ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെടുത്ത് ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാം വീഡിയോ ഓൺ ആക്കണം കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിലെടുത്തേക്കുന്ന ഏതായിരുന്നു ഓർമ്മയുണ്ടോ? ആൽക്കഹോൾ, ഫിനോൾ ആൻഡ് ഈതർ. അതിൽ ആൽക്കഹോൾ എന്ന് പറയുന്നതിന്റെ ലാസ്റ്റ് വരെ എടുത്തു അല്ലേ? ഓർത്ത് നോക്കാം, നമുക്ക് കഴിഞ്ഞു. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഈതർ ആണ്. ഈതറിന്റെ ഏരിയാസ് ആണ് എടുക്കുന്നത്. ആ ആൽക്കഹോളിന്റെ കണ്ടന്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം, ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്യും. ആൽക്കഹോളിൽ ഫസ്റ്റ് നമ്മൾ എടുത്തത് എന്തായിരുന്നു? ക്ലാസിഫിക്കേഷൻ ആണ്. റിപ്പീറ്റ് ചെയ്യുമ്പോൾ ടേമുകൾ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? അലൈലിക്, വിനൈലിക്, ബെൻസൈലിക്, അലൈലിക് കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് അതിന്റെ ക്ലാസിഫൈ ചെയ്തത്. ദെൻ നെക്സ്റ്റ് നമ്മൾ അടുത്തടുത്ത് പ്രിപ്പറേഷൻ ഓഫ് അല്ലെ, പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ. ആ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോളിൽ ഏതൊക്കെ ഉണ്ടായിരുന്നു? ഫ്രം ആൽക്കഹോൾ, ഫ്രം ആൽക്കീൻ, മാറിപ്പോയി, ഹാലോ ആൽക്കീൻ്റെ ആലോചിച്ചു കേട്ടോ. ഫ്രം ആൽക്കീൻ, പിന്നെ എന്തായിരുന്നു? ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്, ഫ്രം ഗ്രിഗിനാൾ റിയേജന്റ് അല്ലേ? ഓർത്ത് നോക്കാം. അതിൽ വരുന്ന ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഓർത്ത് നോക്കാം, ക്ലിയർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് അടുത്ത എന്തായിരുന്നു? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കഹോൾ അല്ലേ? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കഹോളിൽ എന്തൊക്കെയായിരുന്നു മെയിൻ ആയിട്ട്? ബോയിലിംഗ് പോയിന്റ്, സോലുബിലിറ്റി അല്ലെ? അതിൽ ഞാൻ പറഞ്ഞു മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് മെൻഷൻ ചെയ്തിട്ടില്ല. ഇവിടെ നമ്മളൊരു കാര്യം ചെയ്തിരുന്നു, ബോയിലിംഗ് പോയിന്റ് ഓർഡർ 4 ചാപ്റ്ററിന്റെ കറക്റ്റ് ഓർഡറിൽ ക്ലിയർ ചെയ്ത് പറഞ്ഞിരുന്നു. ആര് പറയും? അല്ലെങ്കിൽ ചോദിക്കും. ബോയിലിംഗ് പോയിന്റ് ഓർഡർ കറക്റ്റ് ഓർഡറിൽ കേട്ടോ. കാർബോക്സിലിക് ആസിഡ്, ആൽക്കഹോൾ, അമൈൻ, കീറ്റോൺ, ആൽഡിഹൈഡ്, ഹാലോ ആൽക്കൈൽ, ഈതർ, ഹൈഡ്രോകാർബൺ. വെരി ഗുഡ്. ഒരു ക്ലാപ്പ് കൊടുത്തു. നല്ല ഓർഡർ ആയിട്ട് കേട്ടോ. ഓർത്ത് നോക്കാം, അത് കിട്ടണം. കാരണം അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ചെയ്യുന്നത് 4 ചാപ്റ്റർ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ ഞാനൊരു ഐഡിയയിലേക്ക് കൊണ്ടുവരും. ഈ ഓർഗാനിക് പഠിക്കാൻ എളുപ്പത്തിന് 4 ചാപ്റ്റർ നമ്മൾ എടുത്തു വെച്ചിട്ട് ഇപ്പൊ ഈ പറഞ്ഞില്ലേ ബോയിലിംഗ് പോയിന്റിന്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം. എന്നിട്ട് അതിനെ ആ ഒരു CBSE പോയിന്റിൽ എങ്ങനെയാണ് ചോദിച്ചേക്കുന്നത്? നിങ്ങളൊരു CBSE ബോർഡാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ടഫസ്റ്റ് ആക്കാം, അങ്ങനത്തെ വരുന്ന എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? അതിന്റെ മുകളിലേക്ക് വരില്ല. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ 6 ടൈപ്പ് ഉള്ളൂ നേരെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ. അതിലൊരു ടഫ്നെസ് ലെവൽ കയറ്റുന്നത് എങ്ങനെയാണെന്ന് കാണാം. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ബോയിലിംഗ് പോയിന്റിൽ ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻ വരിക എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൽക്കഹോൾ ആൻഡ് അമീൻ വിച്ച് ഈസ് ഹയർ ബോയിലിംഗ് പോയിന്റ് ആൻഡ് വൈ. അവിടെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു അല്ലേ, അങ്ങനെ കയറ്റാൻ പറ്റും. മനസ്സിലായി? ഓർത്ത് നോക്കുക. അപ്പോൾ അതുപോലെ മാറ്റുന്നതിൽ ഇതൊരു എന്താണ് ഓർഡറിൽ വരുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കഹോൾ അല്ലെ? അതിലേതായിരുന്നു ഫസ്റ്റ് ഹെഡിങ്? കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കഹോൾ ഫസ്റ്റ് ഹെഡിങ് അസിഡിറ്റി കേട്ടോ. ഓർത്ത് നോക്കുക. ഓർഡറിൽ ഓർത്ത് വെച്ചാൽ ഭയങ്കര ഗുണമാണ് നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രി. അസിഡിറ്റിയിൽ 3 ഇക്വേഷൻ മാത്രമേ ഞാൻ എഴുതി തന്നിട്ടുള്ളൂ ആദ്യത്തേല് കേട്ടോ. ഓർത്ത് നോക്കുക. 3 ഇക്വേഷൻസ് എന്തായിരുന്നു? 3 ഇക്വേഷൻസ്. അസിഡിറ്റിയിൽ 3 ഇക്വേഷൻസ് എഴുതി. ഫസ്റ്റ് ആദ്യത്തെ എന്തായിരുന്നു? ആൽക്കഹോൾ റിയാക്ട് വിത്ത് സോഡിയം അല്ലെ? എന്തുവരും? സോഡിയം ആൽക്കോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. ഫിനോൾ റിയാക്ട് വിത്ത് സോഡിയം ഫിനോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതിയത് അസിഡിറ്റിയുടെ ഓർഡറിൽ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ഇതിനെ ഡിവൈഡ് ചെയ്തപ്പോൾ ഏറ്റവും ഹൈയസ്റ്റ് അസിഡിറ്റി ഏതിനായിരുന്നു? പ്രൈമറി, സെക്കൻഡറി, അത് കഴിഞ്ഞാൽ ടെർഷറി. അവിടെ നമ്മളൊരു വേർഡ് കൊണ്ടുവന്നു, ആർ ഗ്രൂപ്പ് ഓർ ആൽക്കൈൽ ഗ്രൂപ്പ്, ഇലക്ട്രോൺ ഡാഷ് ഗ്രൂപ്പ് ഡൊണേറ്റിംഗ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ് അല്ലെ? ഓർത്തുകാല ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് ആണ്. അതുകൊണ്ടാണ് ടെർഷറി ആൽക്കഹോൾ എന്താണ് ലീസ്റ്റ് ആയിട്ടുള്ള അസിഡിറ്റി വരുന്നത്. ദെൻ ആൽക്കഹോൾ ആൻഡ് ഫിനോൾ വിച്ച് ഈസ് മോർ അസിഡിറ്റി ആൻഡ് വൈ. ഏതായിരുന്നു? ഫിനോൾ അല്ലെ? ഓർത്തുക. 2 പോയിന്റ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു? സോഡിയം റെസൊണൻസ് അല്ലെ? റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഓഫ് ഫിനോക്സൈഡ് അയോൺ. ദെൻ OH ഗ്രൂപ്പ് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു sp2 ഹൈബ്രിഡൈസ് കാർബൺ ആറ്റം. ഈ 2 പോയിന്റ്സ് ആണ് നമ്മൾ അവിടെ മെൻഷൻ ചെയ്ത് വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരുന്നു? അസിഡിറ്റി കഴിഞ്ഞാൽ എസ്ട്രിഫിക്കേഷൻ അല്ലേ? ഓർത്തുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു കോമ്പൗണ്ട് ഒക്കെ പഠിച്ചു. ഏതായിരുന്നു? ആസ്പിരിൻ. ദെൻ നെക്സ്റ്റ് എന്തായിരുന്നു? ഹൈഡ്രജൻ ഹാലൈഡ്. അതാണ് ലൂക്കാസ് ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ? ലൂക്കാസ് ടെസ്റ്റിന്റെ സെക്ഷൻ നോക്കി. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അത് ഇമ്പോർട്ടന്റ് ആയിരുന്നു. അടുത്ത ഡീഹൈഡ്രേഷൻ. അത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം അതിന് മെക്കാനിസം ഉണ്ട് അല്ലെ? ടെമ്പറേച്ചർ എത്രയായിരുന്നു? 443 Kelvin. അവിടെ ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് എഴുതിയാൽ ബ്രാക്കറ്റിൽ 2 ആസിഡ് കൊടുത്തിട്ടില്ലേ നോക്കിയേ, H2SO4 ആൻഡ് H3PO അല്ലെ? ഇവർക്ക് എക്സാമിന് ചോദിച്ച സമയത്ത് ഇയാളുടെ അടുത്തുള്ള ചോദ്യം ഇതായിരുന്നു. അതിലെ 3rd ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കണം. ടെക്സ്റ്റ് ബുക്കിൽ 3rd ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു ചോദിച്ചിരിക്കുന്നത്. ഇയാളുടെ
ഗ്രിഗോറിയൻ അല്ലേ? ഗ്രിഗോറിയനിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ഡൗട്ടായിട്ട് ചോദിച്ചതാണ്. ഇത് ഈ ക്വസ്റ്റ്യൻ അയാൾ എഴുതിയില്ല എന്നാണ് പറയുന്നത്. എഴുതിയില്ല, വിട്ട ക്വസ്റ്റ്യൻ ആണ്. H3PO4 അതിൻ്റെ ഒരു ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു അല്ലേ? ഒരു ടെമ്പറേച്ചർ കൊടുത്തു. എന്നിട്ട് ഇതായിരുന്നു കംപ്ലീറ്റ് ദ ഫോളോയിങ് പോലെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. കേട്ടോ, ഓർത്ത് നോക്കാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് പോലെ ചോദിച്ചതാണ്. അപ്പോൾ ഓർത്ത് നോക്കണം, ചെറിയ ടേം ആണെങ്കിൽ പോലും അത് ഓർത്ത് നോക്കാം. എന്തായിരിക്കും ആൻസർ? എന്ത് വരും? സെക്കൻഡറി ഓർ ടെർഷറി. കേട്ടോ, ഓർത്ത് നോക്കാം. ടെമ്പറേച്ചർ പോലും മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ് ഈ OH ഉം H ഉം കൂടി പോയിട്ട് അവിടെ എന്ത് വരും? അല്ലേ? അപ്പോൾ ആൻസർ വരുമ്പോൾ എന്താ? CH3 CH3 ഇവിടെ ഡബിൾ ബോണ്ട് CH2. എവിടെ വേണമെങ്കിൽ ഡബിൾ ബോണ്ട് കൊടുക്കുക, ഇവിടെ കൊടുക്കുക, ഇവിടെ കൊടുക്കുക, ഏത് വേണം ഒരു സ്ഥലത്ത്. അവിടെ നിന്ന് ഏതൊക്കെയാ പോയെ? OH ഉം H ഉം. ഇവിടെ നിന്ന് തന്നെ ആവുന്നില്ല കേട്ടോ, ഇന്ന് പോകാം. എല്ലാം ഒരേപോലെയല്ലേ? പുറത്ത് നോക്കാം. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ. കേട്ടോ, ഓർത്ത് ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽക്കീൻ ഫോം ചെയ്തു. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു അല്ലേ? നെക്സ്റ്റ് അടുത്തെന്താ? ഓക്സിഡേഷൻ അല്ലേ? ഓർത്ത് നോക്കാം. ഓക്സിഡേഷൻ എന്തൊക്കെയായിരുന്നു നമ്മൾ നോക്കിയത്? പ്രൈമറി ആൽക്കഹോളിനാ വീക്ക് ഓക്സിഡേഷൻ ചെയ്ത ആൽഡിഹൈഡ്, സ്ട്രോങ് ഓക്സിഡേഷൻ ചെയ്ത കാർബോക്സിലിക് ആസിഡ്. ദെൻ സെക്കൻഡറി ആണെങ്കിൽ കീറ്റോൺ. ഉണ്ടോ? നോക്കാം. സെക്കൻഡറി ഓക്സിഡേഷൻ ചെയ്യുമ്പോൾ കീറ്റോൺ. അവിടെ രണ്ട് ആൾക്കാർ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒന്ന് PCCCrO3 ഒരു ടൈപ്പ് ഓഫ് അല്ലേ? പിന്നെ കോപ്പർ ആൻഡ് 573. അവിടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അടുത്ത ഹെഡിങ് പറഞ്ഞതിന് ശേഷം ഞാനൊരു മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു പോയിന്റ് എഴുതി. അത് എഴുതിയിട്ടുണ്ടായി അല്ലേ? ടെറിഷറി ആൽക്കഹോൾ ആണെങ്കിൽ എന്ത് കിട്ടും? ആൽക്കീൻ കിട്ടും അല്ലേ? ടെറിഷറി ആൽക്കഹോൾ ആൽക്കീൻ എന്ന് പറയുന്നത് കിട്ടും. ഇത് കഴിഞ്ഞ നെക്സ്റ്റ് ഹെഡിങ് എന്തായിരുന്നു? ആരോമാറ്റിക് അല്ലേ? ആരോമാറ്റിക് നമ്മൾ ഒറ്റ സ്ട്രെച്ചിലാണ് മെയിൻ ആയിട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ പറഞ്ഞു ഫിനോൾ അല്ലേ? OH ഗ്രൂപ്പ് ഉണ്ട്. അതെന്തായിരുന്നു? ആക്ച്വലി ഡാഷ് ഡയറക്റ്റീവ് ആണെന്ന് പറഞ്ഞത്. എന്തായിരുന്നു? ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റീവ്. ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റീവ് അല്ലേ? ഓർത്ത് നോക്കാം. ഇനി നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൽ പ്രിപ്പറേഷൻ ഇതൊക്കെ ഓരോന്നെങ്കിലും ഇക്വേഷൻസ് കറക്റ്റ് ആയിട്ട് ഓർത്ത് നോക്കും കേട്ടോ. ഇപ്പൊ അവർ ഹാലോ ആൽക്കീന്റെ 2 പേരുണ്ട്. ഹാലോ ആൽക്കീന്റെ പ്രിപ്പറേഷന്റെ 7 ഇക്വേഷൻ ഉണ്ട്. ആ 7 ഇക്വേഷൻ കുറച്ച് കഴിയുമ്പോൾ ചോദിക്കും പറയും അല്ലേ? ഓർത്ത് നോക്കാം കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ടാസ്ക് ആയിട്ട് തരാം കേട്ടോ. ഓർത്ത് നോക്കാം. ഇന്ന് അവരാണ് പറയുന്നത് 2 പേര് കേട്ടോ. നിങ്ങൾക്ക് വിഷമമുണ്ടോ? കുഴപ്പമില്ല. അടുത്ത ക്ലാസ്സിൽ ഓരോരുത്തർക്ക് അങ്ങനെ ചെറിയ ടാസ്ക് പോലെ തരും കേട്ടോ. ഓർത്ത് നോക്കാം. അടുത്ത എന്നോട് അങ്ങനെ പറയണം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഓരോരുത്തർക്ക് കുഞ്ഞു കുഞ്ഞു ടാസ്ക് പോലെ ഇങ്ങനെ പറയുന്ന ഇക്വേഷൻസുകൾ ക്ലിയർ ചെയ്ത് വരാം. നമ്മൾ ഈ ചാപ്റ്റർ ചെയ്യും. ഇതിൽ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ചാപ്റ്ററും കൂടി എടുത്തു വെക്കും. അത് കഴിഞ്ഞാൽ ഈ 4 ചാപ്റ്ററും വീണ്ടും റിവിഷൻ അങ്ങ് തുടങ്ങും ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ. എന്നിട്ടേ നമ്മൾ അടുത്തേക്ക് മൂവ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് പേടിക്കേണ്ട. വേറെ എന്തെങ്കിലും എക്സാം ഉണ്ടെന്ന് ആരോ ചോദിച്ചില്ലേ? ഏത് ചാപ്റ്റർ? ഫിസിക്കൽ പ്രോപ്പർട്ടി വരുള്ളൂ. അത്രേ ഉള്ളൂ. സൊല്യൂഷനും കൂടി ഉണ്ട് അല്ലേ? എന്ന എക്സാം മറ്റന്നാ ക്ലാസ് ടെസ്റ്റ് എന്നാ? അതിന് ഈ ഹാലോ ആൽക്കീൻ എന്ന് പറയുന്ന അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി എക്സാക്ട് വരെ. അപ്പോൾ അവരെ കൊണ്ട് പറയുമ്പോൾ ഇക്വേഷനും ആ ക്വസ്റ്റൻസും ഒന്ന് റീക്യാപ്പ് ചെയ്യാം കേട്ടോ. ദെൻ നമുക്കിന്ന് തുടങ്ങാം കേട്ടോ. ഓക്കെ, ഇതിന്റെ കുറച്ച് തുടങ്ങി കഴിയുമ്പോൾ അവർ പറയിപ്പിക്കോട്ടെ ഇടയ്ക്ക് കേട്ടോ. ഞാനിങ്ങനെ കുറേ സമയം എടുത്ത് കഴിയുമ്പോൾ ഒരു ബോറടിക്കും. അപ്പോൾ പറയിപ്പിക്കുന്നത് എന്നൊക്കെ ചെയ്യാം അല്ലേ? ഹെഡിങ് ചെയ്തു കേട്ടോ. ഇതെന്റെ നോമൻക്ലേച്ചറും എല്ലാം നമ്മൾ ചെയ്തോ? ഒന്നും എടുത്തില്ല കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും എഴുതും കേട്ടോ. ഫസ്റ്റ് നോമൻക്ലേച്ചർ ആണ് കേട്ടോ. നോമൻക്ലേച്ചർ ഹെഡിങ് എഴുതുക കേട്ടോ. നോമൻക്ലേച്ചർ ഇതെന്ന് പറഞ്ഞാൽ ROR എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. R എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പ്സുകളാണ് അല്ലേ? ROR. അപ്പോൾ ഇതിന്റെ നോമൻക്ലേച്ചേഴ്സ് 1 by 1 ആയിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് CH3OCH3 രണ്ട് സൈഡിൽ ഈക്വൽ ആയിട്ട് വന്നാൽ അതിനെ വിളിക്കുന്നത് സിമെട്രിക്കൽ എന്നാണ് കണ്ടോ. രണ്ട് സൈഡിലും ഈക്വൽ ആണ്, സിമെട്രിക്കൽ. അങ്ങനെ സിമെട്രിക്കൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് എടുക്കാം. ആ സൈഡിനെ ഓക്സി ചേർത്ത് പറയാം. അപ്പോൾ ഇത് 1 കാർബൺ വന്നാൽ എന്തായിരിക്കും നമ്മൾ പറയാം? മെത്തോർ, എത്തോർ, പ്രോപ്പോർ. എന്താ വിളിക്കുന്നത്? മെത്ത്. ഓക്കെ, അപ്പോൾ ഓയും കൂടി ചേർത്ത് വരുമ്പോൾ മെത്തോക്സി. എന്താ വിളിക്കുന്നത്? മെത്തോക്സി. ഇനി ഈ ഇവിടെ ഒരു കാർബൺ ആണ്, അതിന് മീഥേൻ കേട്ടോ. അപ്പൊ ഇതിന്റെ നെയിം എഴുതുകയാണ് മെത്തോക്സി മീഥേൻ.
മെത്തോക്സി മീഥേൻ. മെത്തോക്സി മീഥേൻ. Then second CH3 CH2 OCH3. രണ്ട് സൈഡ് ഉണ്ട് അല്ലേ? ഇങ്ങനെ രണ്ട് സൈഡ് വരുന്ന സമയത്ത് ഇതിൽ സ്മോൾ ആയിട്ടുള്ള നമ്പർ ഏതിലായിരുന്നു? ചെറിയ നമ്പേഴ്സ് അതിന് ഓക്സിജൻ. അപ്പൊ പാരന്റ് ചെയിൻ ഇതാണ്, മനസ്സിലായി? അപ്പൊ ഞാൻ പാരന്റ് ചെയിൻ എന്ന് പറയുന്ന ആൾക്ക് 1 ഉം 2 ഉം കൊടുത്തേക്കാം. ഇതാണ് പാരന്റ് ചെയിൻ, ഇത് 1 ഇത് 2 ഉണ്ടോ? ഇതാണ് ആക്ച്വലി നമ്മളൊരു ബ്രാഞ്ച് പോലെയാണ് ഇവർ ഉണ്ടോ? അങ്ങനെ വരുമ്പോ ഇതെന്താവും? മെത്തോക്സി. ഓക്സി ഇറങ്ങേണ്ട സ്മോൾ ഗ്രൂപ്പിന്റെ ഒപ്പം മെത്തോക്സി. ഇനി എന്തായിരിക്കും? ഇതാണ് പാരന്റ് ചെയിൻ 1 2. അപ്പൊ എന്തായിരിക്കും? ഈഥെയ്ൻ. മെത്തോക്സി ഈഥെയ്ൻ. മെത്തോക്സി. ഇനി നമുക്ക് ഓരോ ബാച്ച് ആയിട്ട് ഇങ്ങനെ ചോദിച്ചു വരാം കേട്ടോ. ബാക്ക് അങ്ങനെ 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 എല്ലാവരും പറയും. ഏറ്റവും വേഗം എന്തായിരിക്കും? ഒന്നുകൂടി എത്തോക്സി പ്രൊപ്പൈൻ ഉണ്ടോ? സ്മോൾ ഗ്രൂപ്പ് 2 ആണ്. അപ്പൊ എത്തോക്സി പ്രൊപ്പൈൻ. ക്ലിയർ അല്ലേ? എത്തോക്സി പ്രൊപ്പൈൻ. എത്തോക്സി കേട്ടോ. എന്റെ ഒപ്പം ഒന്ന് എഴുതി പോകണം കേട്ടോ. ഫസ്റ്റ് കേട്ടോ. ഇവിടെ പറയാം. ഇത് വരുമ്പോ ഇവിടെ നോക്കി, ഇത് 1 ഇത് 2 ഇത് 3 ഉണ്ടോ? ഇത് 1 2 3 എന്ന് പറയുന്ന സമയത്ത് അപ്പോ ഇത് ഒരു ഗ്രൂപ്പാണ് ഉണ്ടോ? ഇതും ഒരു ബ്രാഞ്ച് ആയിട്ട് ഇങ്ങനെ ഉണ്ടോ? അപ്പോ ഇതെന്താണ്? 1 മെത്തോക്സി ഉണ്ടോ? ദെൻ 2 മീഥൈൽ. 2 എമ്മിൽ തുടങ്ങുന്നതുകൊണ്ട് എവിടെ നിന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എം അല്ലേ? ആൽഫബറ്റിക് റൂൾ അല്ലേ? ആൽഫബറ്റിക് റൂളിൽ ഇ ആയിരുന്നു വെച്ചെങ്കിൽ എന്ത് വരും? ഇ ആദ്യം വന്നെ ഉണ്ടോ? ഇത് ഒന്നല്ലെങ്കിൽ 2 എന്ന് പറയാം, അല്ലെങ്കിൽ 1. അപ്പൊ ഇത് 1 ഒരു പ്രയോറിറ്റി കൊടുത്തേക്കാം. 1 മെത്തോക്സി 2 മീഥൈൽ പ്രൊപ്പൈൻ. ഇത് കണ്ടോ? ഇത് ഇങ്ങനെ പാരന്റ് ചെയിൻ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്ന പോലെ മൈൻഡിലേക്ക് കൊണ്ടുവരും കേട്ടോ. പാരന്റ് ചെയിന്റെ നമ്പർ ഇട്ടേക്കുന്നുണ്ടോ? 1 2 3. ഇതിൽ ഫസ്റ്റ് പൊസിഷനിലെ ഓക്സി ചേർത്തു. റിഫ്രഷ് ചെയ്ത് പഠിക്കാൻ കിട്ടി. ഞാൻ റിഫ്രഷ് ചെയ്തില്ല, പഠിച്ചു വെച്ചിട്ട് ഇത് ഫസ്റ്റ് പൊസിഷനാണ് കണ്ടോ? ഫസ്റ്റ് പൊസിഷൻ ആയതുകൊണ്ട് മിത്തോക്സി. അപ്പൊ അയാൾ അടുത്തത് ചോദിക്കും, സാറേ അങ്ങനെയാണെങ്കിൽ ഇതിനും പറഞ്ഞുകൂടെ വേണമെന്ന് അല്ലേ? അതല്ലേ ഉദ്ദേശിച്ചത്. ഇത് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഫസ്റ്റ് എന്നാണ് അർത്ഥം. ഒന്നും ഡിക്ലറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എപ്പോഴും ഫസ്റ്റ്. ഇപ്പൊ ക്ലോറോ പ്രൊപ്പൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചേക്കണം. എന്താണ് 1 ക്ലോറോ പ്രൊപ്പൈൻ? ഐഡിയ മനസ്സിലാക്കും. 1 ക്ലോറോ പ്രൊപ്പൈൻ. അപ്പോൾ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അതിന്റെ മീനിങ് എന്താ? 1 ക്ലോറോ പ്രൊപ്പൈൻ. ഇവിടെ വേണമെങ്കിൽ എഴുതാം നമുക്ക്. എന്താണ്? 1 എത്തോക്സി പ്രൊപ്പൈൻ കേട്ടോ. അപ്പൊ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ അടുത്ത ക്വസ്റ്റ്യൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കാം. ഇത് എഴുതി ഇവിടെ വരെ ഓക്കെ അല്ലേ?
പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാമല്ലോ, അതുകൊണ്ട് നമുക്ക് എല്ലാ രീതിയിലും ഒന്ന് പിടിച്ചു നോക്കാം. എന്തായിരിക്കും ആരെങ്കിലും ഒന്ന് ട്രൈ റൈറ്റ് ആ വെരി ഗുഡ്. ആ ഇവിടെ നിന്നാണ് നമ്പർ ചെയ്ത് ഇവിടെ നിന്നാണ് നമ്പർ ഇവിടെ നിന്നാണ് നമ്പർ അല്ലേ? റൈറ്റ് ആണ്. 1 2 3 എന്തുകൊണ്ടാണ് ഇയാൾ 1 2 3 ഇങ്ങനെ നമ്പർ ചെയ്ത് അങ്ങനെയല്ലേ ചെയ്ത അല്ല? ആ ഓക്കെ പറഞ്ഞോ നിങ്ങൾ. 1-methoxy, 1,3-dimethoxy. ഇവിടെ നിന്ന് ആണ് നമ്പർ ചെയ്യുന്നത്. അതൊന്ന് ഇവിടെ കണ്ടോ, മെത്തോക്സി, ഇത് മെത്തോക്സി, ഇത് എത്തോക്സി ഉണ്ടോ? അപ്പൊ ആൽഫബറ്റിക് റൂളിൽ നോക്കുന്ന സമയത്ത് 2 ഫംഗ്ഷൻ ഗ്രൂപ്പ് അതിൽ തന്നെ എത്താണ് അവിടെ വന്നേക്കുന്നത്. അപ്പോൾ അതിന് പ്രയോറിറ്റി കൊടുത്തിട്ട് ഇവിടെ നിന്ന് നമ്പർ ചെയ്തു. ഐഡിയ മനസ്സിലായി? ഇതുകൊണ്ടാണ് നമ്പറിങ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ ബ്രാഞ്ച് പോലെ നിങ്ങൾ കൺസിഡർ ചെയ്തെടുക്കുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഫസ്റ്റ് പൊസിഷനിൽ ഇതൊരു ഗ്രൂപ്പാണ് ഉണ്ടോ? ഇതൊരു ഗ്രൂപ്പാണ്, ഇതൊരു ഗ്രൂപ്പാണ്. അങ്ങനെ വരുന്ന സമയത്ത് 1 അല്ലേ പുറത്ത് നോക്കാം, എത്തോക്സി, 1 എത്തോക്സി. നെക്സ്റ്റ് ഇതെന്തായിരുന്നു ആക്ച്വലി മെത്താണ് അല്ലെ? മെത്തോക്സി, മെത്തോക്സി. അപ്പൊ നെക്സ്റ്റ് എന്ത് കൊടുക്കും നമ്മള്? 1, എന്തായിരുന്നു 3, 1, 3 ഡൈ മെത്തോക്സി, മെത്തോക്സി. പിന്നെ എന്ത് വരും? ഇതിന്റെ റൂൾ ഇത്രേ ഉള്ളൂ. ഈ ഗ്രൂപ്പുകൾ മെയിൻ ചെയിനിൽ എവിടേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കുക, നമ്പർ ചെയ്യുക, പിന്നെ ഇങ്ങനെ ട്രൈ ചെയ്ത് ആവുമ്പോൾ കറക്റ്റ് ആയിക്കോളും കേട്ടോ. പുറത്ത് നോക്കാം. 2 ടൈപ്പ് കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. നെക്സ്റ്റ് ഇങ്ങനെ വന്നതായിരിക്കും. ഇതിന്റെ കോമൺ നെയിം അനിസോൾ എന്നാണ് കേട്ടോ. കോമൺ നെയിം അനിസോൾ ആണ്. അനിസോൾ നമ്മൾ എല്ലായിടത്തും പറയുന്നതാണ്. ഈ ബാക്ക് നെയിം എന്തായിരിക്കും? മെത്തോക്സി ബെൻസീൻ കേട്ടോ. മെത്തോക്സി ബെൻസീൻ, മെത്തോക്സി ബെൻസീൻ. മെത്തോക്സി ബെൻസീൻ, മെത്തോക്സി ബെൻസീൻ. Then 7th question, ഇത് മെത്തോക്സി ബെൻസീൻ അല്ലേ? ഇങ്ങനെ വന്നാൽ എന്തായിരിക്കും? ഇത് C7H15 എന്ന് പറഞ്ഞ ഹെപ്റ്റേൻ ആണ്, ഇത് ബെൻസീൻ ആണ്, ഇത് 6ഉം ഇത് 7ഉം ആണ് അല്ലേ? അങ്ങനെ വന്നാൽ എന്തായിരിക്കും? ഇത് ഓൺലൈനിൽ ഇഗ്നാഷിന് പറയണമെന്ന് പറയുന്നു. വെരി ഗുഡ് ഇഗ്നാഷ്, ട്രൈ ടു വെരി ഗുഡ് ട്രൈ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും. ഒന്ന് ആ മൈക്കൊന്നേ ക്ലോസ് ആയിട്ട് വെച്ചിട്ടൊന്ന് പറഞ്ഞു. ആ ഇതാണ് 7th ക്വസ്റ്റ്യൻ ആണ്. 7th ആയിരുന്നു. പറയുന്നുണ്ട് പക്ഷെ എനിക്ക് കേൾക്കുന്നില്ല. മൈക്കൊന്നും എടുത്ത് വെച്ചിട്ട് മുമ്പാ. ബെൻസീൻ വരുമ്പോ എന്താവും? ബെൻസീൻ സ്മോളർ ആണ്. അപ്പൊ എന്ത് വരും? കുഴപ്പമില്ല. ഓക്കെ, ഇത് നോർമലി എന്ത് വരും?
ബെൻസീൻ ബ്രാഞ്ച് ആയി വന്നു കഴിഞ്ഞാൽ ബെൻസോക്സി എന്ന് പറയാം, ഒരു കുഴപ്പമില്ല കേട്ടോ, പുറത്തു നോക്കാം. ഇനി നോർമലി അത് ടെക്സ്റ്റ് ബുക്കുകൾ ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് ഫിനോക്സി എന്നാണ്. എന്താ വിളിക്കുന്നത്? ഫിനോക്സി. ബെൻസീൻ ബ്രാഞ്ച് ആകുമ്പോൾ നമുക്ക് ബെൻസോക്സി അല്ലെങ്കിൽ ബെൻസൈൽ അങ്ങനെ പറയാം. പക്ഷെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫിനൈൽ എന്നുള്ള വേർഡാണ്. അപ്പോൾ എവിടെ ബെൻസീൻ ബ്രാഞ്ച് ആയി വന്നാലും നമ്മൾ എന്ത് വിളിക്കും? ഫിനൈൽ എന്നുള്ള ഒരു വേർഡ് ഉപയോഗിക്കും കേട്ടോ, നോക്കാം. അപ്പൊ അതുകൊണ്ട് ഇതിന് ഫിനോക്സി ഹെപ്റ്റൈൻ ഓർ എന്താണ്? ബെൻസോക്സി ഹെപ്റ്റൈൻ കേട്ടോ, വേഗം കേട്ടോ. ബെൻസീൻ ബ്രാഞ്ച് ആയാണ് വരുന്നത്. അപ്പൊ എന്തായിരിക്കും കേട്ടോ? ഫിനോക്സി, ഫിനോക്സി ഹെപ്റ്റൈൻ. ആ ചോദിച്ചു. ഞങ്ങൾ എപ്പോഴാണ് തീരുമാനിക്കുന്നത് ബെൻസീൻ ബ്രാഞ്ച് ആണ്? ഇതിൽ 7 ഉണ്ട്, ഇത് 6 ഉള്ളൂ. C6 വന്നായിരുന്നു. C6 വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലിഫാറ്റിക് ആൻഡ് ആരോമാറ്റിക് ആണ്. ആക്ച്വലി ആലിഫാറ്റിക്കും വന്നിട്ടുണ്ട്, ആരോമാറ്റിക്. അങ്ങനെ ആലിഫാറ്റിക്കും ആരോമാറ്റിക്കും വന്നു കഴിഞ്ഞാൽ ആലിഫാറ്റിക് ഓപ്പൺ ചെയിൻ ആണ് പ്രയോറിറ്റി. അല്ല, പിന്നെ ചിലപ്പോൾ ഹയർ പ്രയോറിറ്റി ഫംഗ്ഷൻ കാർബോക്സിലിക് ആസിഡ് 6C6 കാർബോക്സിലിക്. അങ്ങനെ വന്നാൽ കാർബോക്സിലിക് ആസിഡ് ആണല്ലോ പ്രയോറിറ്റി റൂൾ. ഏറ്റവും ഹൈയസ്റ്റ് ആ ഒരു ഓർഡർ വരും. അതൊന്നും ഇവരൊക്കെ പോയില്ലേ, ഇവരൊക്കെ ബ്രാഞ്ചായി മാറി കേട്ടോ. ഇപ്പൊ ഇവിടെ ഒരു കാർബൺ ഇട്ടിട്ട് ഞാൻ CO ഇട്ട പാരന്റ് ചെയ്യാനാതാ ആരാ? ഇപ്പൊ ഞാൻ ഇതിനൊന്ന് മാറ്റി പിടിക്കാം. ഇതിപ്പോ ഓക്സിജൻ അല്ലേ, ഇപ്പൊ ഇവിടെ ഹെപ്റ്റാണെന്ന് കരുതാം. ഇവിടെ വേറെ ക്വസ്റ്റ്യൻ കാണിച്ചത്. ഇതിന്റെ ആൻസർ എഴുതിയോ? ഇത് എഴുതും. ഇതിന്റെ പേരെന്താ? ഫിനോക്സി ഹെപ്റ്റൈൻ കേട്ടോ, ഓർത്തോക്കാം. ഫിനോക്സി ഹെപ്റ്റൈൻ. ഇപ്പൊ ഇവര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു CH2 COH പാരന്റ് ചെയിൻ ആരാക്കി? ഇതാണ്. ഇത് 1, ഇത് 2. അപ്പൊ എന്താ ഇത്? എന്റെ പേര് എന്തായിരിക്കും? ഹെപ്റ്റോക്സി 1 ഹെപ്റ്റോക്സി. ഇത് 1, ഇത് 2. 2 ഹെപ്റ്റോക്സി 2 ഹെപ്റ്റോക്സി എത്തനോയിക് ആസിഡ് അങ്ങനെയാവും കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് ഇയാൾക്കാണ് പ്രയോറിറ്റി? COH ഏറ്റവും ഹൈയസ്റ്റ് പ്രയോറിറ്റി ആർക്കാ? COH. നിങ്ങൾക്ക് കോമ്പിനേഷൻ വരുന്ന ആൾക്കാരെ അറിയാമല്ലോ കേട്ടോ. നോമൻക്ലേച്ചർ ഇത്രയും മതി, നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആണ്. ഇത് വേണ്ട കേട്ടോ. ഇങ്ങനെയുള്ള വലിയ ക്വസ്റ്റ്യൻ പഠിപ്പിക്കണമൊന്നും അങ്ങനെ വന്നില്ല കേട്ടോ നിങ്ങൾക്ക് CBSE. ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ. പ്രിപ്പറേഷൻ ഓഫ് ഈതർ. നെക്സ്റ്റ് ഹെഡിങ് പ്രിപ്പറേഷൻ ഓഫ് ഈതർ. Preparation of ether. Preparation of ether. Preparation of ether ല 2 headings ആണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആൽക്കഹോളിൽ നിന്നാണ്. അപ്പൊ ഹെഡിങ് എഴുതി വെക്കുക ഫ്രം ആൽക്കഹോൾ. From alcohol. From alcohol. From alcohol. ആൽക്കഹോളിന്റെ ഇക്വേഷൻസ് എഴുതുന്ന സമയത്ത് ഇങ്ങനെ എഴുതാം, ഒന്ന് ശ്രദ്ധിക്കാം. ഇത് ആൽക്കഹോൾ ആണ്. ഈ ആൽക്കഹോളില് കോൺസെൻട്രേറ്റഡ് H2SO4 443 കെൽവിൻ. ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് CH2 ഡബിൾ ബോണ്ട് CH2. ഇതിനെ വിളിക്കുന്നത് എലിമിനേഷൻ റിയാക്ഷൻ ആണ് കേട്ടോ, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ. ഇത് എലിമിനേഷൻ ഓർ ഡീഹൈഡ്രേഷൻ ആണ്. നെക്സ്റ്റ് ഇവിടെ വരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ കോൺസെൻട്രേറ്റഡ് H2SO4 ആൻഡ് 413 കെൽവിൻ. ഇങ്ങനെ വരുന്ന സമയത്ത് CH2 CH3 CH2 O CH2 CH3 കേട്ടോ. ഇതാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ടെമ്പറേച്ചറിൽ ഇത് കിട്ടും, ഈ ടെമ്പറേച്ചറിൽ ഇത് കിട്ടും കേട്ടോ. ഇത് എങ്ങനെ വന്നു എന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും? ഒരു ഡൗട്ടും വേണ്ട. ഇതിന്റെ മെക്കാനിസം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് നമുക്ക്. അത് നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ മെക്കാനിസമായിട്ട് ഒരുമിച്ച് എഴുതരാം കേട്ടോ. 3 ഇതിന്റെ മെക്കാനിസം കേട്ടോ. ഇതാദ്യം ഇവിടെ നിങ്ങൾ ബ്രാക്കറ്റിൽ ഒന്ന് എലിമിനേഷൻ ഒന്ന് എഴുതി കേട്ടോ. എലിമിനേഷൻ. ഇവിടെ ഇതിന്റെ ബ്രാക്കറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും കൂടി എഴുതി. ആൽക്കഹോളില് എത്ര കാർബണായിട്ട് ട്വൈസ് ഡബിൾ ഇത്രയും കണ്ടോ? ഈ ഒരു ഗ്രൂപ്പ് ഇതിന്റെ ഡബിൾ ആയിരിക്കും കേട്ടോ. എപ്പോഴും സിമെട്രിക്കൽ. നോർമലി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സിമെട്രി കിട്ടും.
അൺസിമെട്രിക്കൽ കിട്ടുകയാണെങ്കിൽ വില്യംസൺ. ടെക്സ്റ്റ് ബുക്ക് ആരുടെ ഇതിന് താഴെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ പോകുന്നത്. ഇത് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ഗീവ് റീസൺ ക്വസ്റ്റൻ ഉണ്ട്, അതേ ചോദിക്കുള്ളൂ. ഇത് പ്രൈമറി ആൽക്കഹോളാണ്. പ്രൈമറി ആൽക്കഹോളിന് മാത്രമേ ഈ കോമ്പൗണ്ട് ഫോം ചെയ്യുള്ളൂ. സെക്കൻഡറി ഓർ ടെറിഷറി വന്നു കഴിഞ്ഞാൽ ആൽക്കീൻ ആയിരിക്കും ഫോം ചെയ്യുന്നത്, എലിമിനേഷൻ ആയിരിക്കും വേറെ. അപ്പോൾ അതിന്റെ റീസൺ പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഒരു വേർഡാണ് എലിമിനേഷൻ കോമ്പീറ്റ് ഓവർ സബ്സ്റ്റിറ്റ്യൂഷൻ. എലിമിനേഷൻ കോമ്പീറ്റ് ഓവർ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആക്ച്വലി വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് എലിമിനേഷൻ ആണ്, ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ആക്ച്വലി. അപ്പൊ സെക്കൻഡറി ഓർ ടെറിഷറി വന്നാൽ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? എലിമിനേഷനിലേക്ക് വരും കേട്ടോ. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ റീസൺ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അത് അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് ഒന്ന് എഴുതി വെക്കാം. എഴുതി വെച്ചോട്ടോ, അതിന്റെ താഴെ പോയിന്റ് ആണ്. The dehydration of secondary and tertiary, ഇതിന്റെ താഴെ സ്റ്റേറ്റ്മെന്റ് എഴുതണം കേട്ടോ. The dehydration of secondary and tertiary, the dehydration of secondary and tertiary alcohol, the dehydration of secondary and tertiary alcohol to give corresponding ethers is unsuccessful. Corresponding ether is unsuccessful as elimination compete over substitution. ഞാൻ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ, ഓർഡറിലൊന്ന് റിപ്പീറ്റ് ചെയ്യാം. The dehydration of secondary and tertiary alcohol to give corresponding ethers is unsuccessful. As elimination competes over substitution. Elimination competes over substitution. And as a consequence, alkenes are easily formed. ടെക്സ്റ്റ് ബുക്കിൽ അതേ വേർഡ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ നോക്കി പറഞ്ഞത് കേട്ടോ. ഒറ്റ വേർഡിൽ ഒന്ന് പറഞ്ഞു നോക്കി. ഇതിന് ഷോർട്ട് ആയിട്ട് പറയുമ്പോൾ എന്താ? എലിമിനേഷൻ കോമ്പീറ്റ് ഓവർ സബ്സ്റ്റിറ്റ്യൂഷൻ കേട്ടോ. നോക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സെക്കൻഡറി ഓർ ടെറിഷറി വന്ന ഏത് ഫോം ചെയ്യും? ആൽക്കീൻ. അപ്പോൾ പ്രൊപ്പൻ ടൂൾ ഈ ടെമ്പറേച്ചറിൽ ഇട്ടാൽ ഓൾവേസ് എന്താ കിട്ടുക? പ്രൊപ്പീനെ കിട്ടുള്ളൂ. ഒരിക്കലും എന്ത് കിട്ടില്ല? ഈതേഴ്സ് ഫോം ചെയ്യില്ല. അതാണ് അതിന്റെ മീനിങ്. പ്രൊപ്പൻ 1 ചെയ്താൽ എന്ത് കിട്ടും? ഉണ്ടോ? പ്രൊപ്പൻ 1 ഈ ടെമ്പറേച്ചറിൽ പ്രൊപ്പീൻ, ഈ ടെമ്പറേച്ചറിൽ എന്തായിരിക്കും? പ്രൊപ്പോക്സി പ്രൊപ്പൈൻ. പറയാൻ എളുപ്പമല്ലേ? ബ്യൂട്ടൻ 1 എന്ത് കിട്ടും? ബ്യൂട്ടോക്സി ബ്യൂട്ടൈൻ. ബ്യൂട്ടൻ 2 എന്ത് കിട്ടും? ഓൾവേസ് ബ്യൂട്ടുയിൻ. 1 കണ്ടോ? ഓർത്ത് നോക്കാം. അങ്ങനെ ഓർത്ത് നോക്കാൻ പറ്റുക കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ സെക്കൻഡറി ടെറിഷറി വന്നാൽ ഇത് ഫസ്റ്റ് അല്ലേ? ഇവിടെ അല്ലേ ഫോം ചെയ്യും കേട്ടോ. അപ്പൊ ക്ലിയർ ആയിട്ടാണെന്ന് ഓർത്ത് നോക്കാം. ഇല്ല, ബ്യൂട്ടീനാണ് അല്ലേ? രണ്ടിനും പ്രയോറിറ്റി ഉണ്ട്. ഡീഹൈഡ്രേഷൻ മാത്രമേ ഉള്ളൂ. എന്നാലും അതിന്റെ പ്രയോറിറ്റി വരുമ്പോൾ റിപ്പീറ്റേഷൻ. നെക്സ്റ്റ് ഹെഡിങ് വില്യംസൺ സിന്തസിസ് റിയാക്ഷൻ. പ്രിപ്പറേഷൻ ഓഫ് ഇതല്ല, സെക്കൻഡ് ഹെഡിങ് ആണ് വില്യംസൺ സിന്തസിസ് റിയാക്ഷൻ. WILLIAMSON വില്യംസൺ സിന്തസിസ് റിയാക്ഷൻ. എഴുതി വെക്കാം. ആൽക്കൈൽ ഹാലൈഡ്
alkyl halide react with sodium alkoxide. Alkyl halide react with sodium alkoxide. Alkyl halide react with sodium alkoxide to form corresponding ether. Alkyl halide react with sodium alkoxide to form corresponding ether. Now, general formula ആണ് RX plus RONA gives ROR plus NaX. VR എന്ന് പറഞ്ഞാൽ CH3Cl plus CH3ONA gives എന്ത് കിട്ടും? CH3OCH2 plus NaC. Clear അല്ലേ? CH3OCH3 plus NaC. CH3OCH3 plus NaC. RX plus R dash ONA is ROR plus NaX. CH3Cl plus tau. ഇവിടുന്ന് സിമെട്രിക്കലും ഉണ്ടാക്കാം അൺസിമെട്രിക്കലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. സിമെട്രിക്കലും ഉണ്ടാക്കാൻ പറ്റും അൺസിമെട്രിക്കൽ. പക്ഷെ ഇവിടെയും ഒരു കണ്ടീഷൻ ഉണ്ട്. പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ. സെക്കൻഡറി ഒരു ടെർഷ്യറി വന്ന ആൽക്കീൻ ഉണ്ടാവും. സെക്കൻഡറി ഒരു ടെർഷ്യറി വന്ന ആൽക്കീൻ. ഇതിന്റെ റീസൺ എന്ത് തന്നെയാണ്? നേരത്തെ എഴുതിയിരിക്കുന്ന അതേ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തായിരുന്നു? എലിമിനേഷൻ കോമ്പീറ്റ് ഓവർ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത് പറഞ്ഞത് സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ്. നേരത്തെ എന്തായിരുന്നു? സെക്കൻഡറി ആൽക്കഹോൾ. ഇവിടെ എന്തായിരിക്കും? സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് യൂസ് ചെയ്താൽ എന്ത് വരും? എലിമിനേഷൻ നടക്കും കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനില് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എടുക്കാം. ഈ റിയാക്ഷൻ നടക്കില്ലയോ? ഈ റിയാക്ഷൻ നടക്കില്ലയോ? ഇനി പത്ത് എഴുതിയിരുന്നോണ്ട് ഒരു പ്രശ്നം വേണ്ട. ടെക്സ്റ്റ് ബുക്കിൽ ബാക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സമയത്ത്. RX ശരിയല്ലേ? പ്ലസ് CH3ONA ഇങ്ങനെ വന്ന NaCl പോയിട്ട് അല്ലേ ഈ കോമ്പൗണ്ട് ഫോം ചെയ്യില്ല. കാരണം എന്താ? ക്ലോറിൻ അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം എന്താ അല്ലേ? ബെൻസീൻ ആണ്. ബെൻസീൻ സെക്കൻഡറി ആണ് അല്ലേ? അനദർ 2 കാർബൺ ആറ്റം ജോയിൻ ചെയ്യും. അങ്ങനെ വന്ന് സെക്കൻഡറി ആണ്. ഈ സെക്കൻഡറിക്ക് നടക്കില്ല. ഐഡിയ മനസ്സിലാവും. അപ്പോൾ ഇതിന്റെ പ്രോഡക്റ്റ് എനിക്ക് വേണ്ടത് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് എനിക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇതാണ് വേണ്ടത്. അനിസോൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത് കോമൺ നെയിം, അല്ലെങ്കിൽ മെത്തോക്സി ബെൻസീൻ അനിസോൾ. ഓർത്തോക്കാം. ഇത് വേണമെങ്കിൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഈ ക്ലോറിന് ഇവിടെ കൊടുക്കാൻ പറ്റില്ല അല്ലേ? ഓർത്തോക്കാം. അതിന് പറയുന്നത് ഇവിടെ ONA ഇവിടെ CH3Cl. ഇത് പ്രൈമറി അല്ലേ? പ്രൈമറി ആണ്. അപ്പൊ പ്രൈമറി കൊടുക്കും. അപ്പൊ ഇതായിരിക്കും ഡിസയർ. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റൻ ആണ്. ഇതോ രണ്ടെണ്ണം എഴുതും. എന്നിട്ട് ഇതിൽ ഏതാ നടക്കണേന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റൻ ആണ് ടെക്സ്റ്റ് ബുക്കിൽ. ഈ ചാപ്റ്റർ കഴിയണ സമയത്ത് അവിടെ ലാസ്റ്റ് എക്സസൈസിൽ ഒരു ക്വസ്റ്റൻ ആണ്. ഇതൊന്നും എടുത്തേ. ഇത് RX, ഇത് RONA. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതണം കേട്ടോ. In case of statement കേട്ടോ. In case of secondary and tertiary alkyl halide, in case of secondary and tertiary alkyl halide,
in case of secondary and tertiary alkyl halides, comma, elimination compete over substitution. Elimination compete over substitution. In case of secondary and tertiary alkyl halides, elimination compete over substitution. Full stop. If a tertiary alkyl halide is used, if a tertiary alkyl halide is used, if a tertiary alkyl halide is used, comma, and alkene is the only reaction product, and alkene is the only reaction product, and no ether is formed, and no ether is formed, and no ether is formed. അപ്പോൾ ഇത് ഈ ക്ലോറിൻ അറ്റാച്ച് ചെയ്യുന്ന ടെറിഷറിയിലാണെങ്കിൽ എന്തേ ഫോം ചെയ്യുള്ളൂ, ആൽക്കിനെ ഫോം ചെയ്യുള്ളൂ. ഒന്ന് ഓർത്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ് കേട്ടോ. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഇത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഇത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഇത്. ആൽക്കഹോൾ ഓർ ഇത് വിച്ച് ഈസ് ആർ ബോയിലിംഗ് പോയിന്റ് ആൻഡ് വൈ? ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ. എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ആണ് അല്ലേ? വൈ? ഹൈഡ്രജൻ കൊണ്ട് ആൽക്കഹോൾ ഉണ്ട്. ഈ ഈതറിന് എന്തുണ്ട്? ഈതറിന് ഏത് ടൈപ്പ് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആണ് അവിടെ എഴുതി വെച്ചത്? ഓർമ്മയുണ്ടോ? ഡൈപോൾ ടൈപ്പ്. അങ്ങനെ എഴുതും. ഈതറിന് എന്തായിരിക്കും? ഡൈപോൾ ടൈപ്പ്. അത് തന്നെയാണ് ഇവിടെ ഉള്ള ആകെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതാനായിട്ടുള്ളത് കേട്ടോ. ഒന്ന് എഴുതി. The large difference in boiling point of alcohol and ether, the large difference in boiling point of alcohol and ether is due to the presence of hydrogen bonding in alcohols. The large difference in boiling point of alcohols and ether is due to the presence of hydrogen bonding in alcohol. Second point, that is solubility ne base ചെയ്തിട്ടാണ് കേട്ടോ. Next point, solubility. ഈതർ ഓൾറെഡി വാട്ടറിൽ സോലുബിൾ ആവുന്നതാണ്. അതിന്റെ റീസൺ എന്തായിരിക്കും? ഏതെങ്കിലും കോമ്പൗണ്ട് സോലുബിൾ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? ഇറ്റ് ക്യാൻ ഫോം ഹൈഡ്രജൻ കേട്ടോ. നോക്കാം. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എഴുതാം. ഒരു പിക്ചറും വരച്ചു വെച്ചാൽ കഴിഞ്ഞാൽ ഒരു ഓക്കെ ആവും കേട്ടോ. നോക്കാം. ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതി വെച്ചു. ഈതർ സോലുബിൾ ഇൻ വാട്ടർ, ഈതർ സോലുബിൾ ഇൻ വാട്ടർ, ഈതർ സോലുബിൾ ഇൻ വാട്ടർ. Stop. This is due to formation of hydrogen bonds with water molecule. Formation of hydrogen bonds with water molecule. Formation of hydrogen bonds with water molecule. ROR ഈതറാണ്. ആ ഈതറിലേക്ക് വാട്ടർ എന്ന് പറയുമ്പോൾ H2O ആണ് നിങ്ങൾക്കറിയാം. H2O ബെൻഡായിട്ട് നിൽക്കുന്ന H. ഇങ്ങനെ വേണമെങ്കിലും വരക്കാം കേട്ടോ. ഇത് നേരെയോ ഈ പല രീതിയിൽ വരക്കാം. ഞാൻ ഇത് ഇങ്ങനെ വരച്ചു നോക്കൂ. H2O നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ വരക്കാം.
നോർമലി ഒരു കുഴപ്പമില്ല. ഇനി ഇവിടെ ഈ ഓക്സിജനും ഈ എച്ചും തമ്മിലുള്ള ഈ ബോണ്ടിനെയാണ്, ഇതാണ് വാട്ടർ. ഇത് വാട്ടർ നമുക്ക് പിന്നീട് മനസ്സിലാവണം. H2O ആണിത്. ഇത് കണ്ടോ, ഈ ഓയും എച്ചും തമ്മിലുള്ള ബോണ്ടാണ് എന്താ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ കേട്ടോ. ഈ ടോട്ടൽ ലൈനിന്റെ അവിടെ ഒരു ഹൈഫൺ ഇട്ടിട്ട് എന്താണ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. The next study, chemical reaction of ether. Chemical reaction of ether. First statement is the cleavage of CO bond in ether. The cleavage of CO bond in ethers take place. The cleavage of CO bond in ethers take place under drastic condition with excess of hydrogen halide. Excess of hydrogen halide. Drastic condition with the cleavage of CO bond in ethers take place under drastic condition with excess of hydrogen halide. ഈതേഴ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഇതിൽ കംപ്ലീറ്റ് ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്, ഈ ഒരു ടോപ്പിക്കിൽ തന്നെയാണ്. ROR പ്ലസ് HX ഇങ്ങനെ വരണ സമയത്ത് ഇവിടെയാണ് ബ്രേക്ക് ചെയ്തത് വരുന്നത്. ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് എന്താ RO ഉണ്ട്. ഓയുടെ അടുത്തേക്കായിരിക്കും ഓൾവേസ് H മൂവ് ചെയ്യുക. അപ്പൊ എന്തായിരിക്കും വരിക? ROH പ്ലസ് എന്ത് വരും? ബാക്കി ചേർന്ന് പറഞ്ഞ് RX. ഇതാണ് വരുന്നത് കേട്ടോ. ROH പ്ലസ് RX. ROH പ്ലസ് RX. ROH പ്ലസ് RX. ഇതിന് താഴെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി എഴുതി വെക്കാം. The order of reactivity of hydrogen halide. The order of reactivity of hydrogen halide. The order of reactivity of hydrogen halide എന്ന് പറഞ്ഞാൽ HX ലെ ഏറ്റവും ഹൈയസ്റ്റ് റിയാക്റ്റീവ് HI ആണ്. അത് കഴിഞ്ഞാൽ എന്ത് വരും? HBr. അത് കഴിഞ്ഞാൽ HCl കേട്ടോ. ഇതാണ് ഓർഡർ ആയിട്ട് കൊടുത്തേക്കുന്നത്. ഡൗൺ ദ ഗ്രൂപ്പ് വരുമ്പോൾ സൈസ് കൂടും. അപ്പോൾ ഈസി ആയിട്ട് ഈ ബ്രേക്ക് വരും കേട്ടോ. ഈ HX ന് പകരം ഏറ്റവും ഹൈ റിയാക്റ്റീവ് HI, സെക്കൻഡ് HBr, അങ്ങനെയൊക്കെ യൂസ് ചെയ്യും. ഇതിനാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ട് എഴുതിയേക്കുന്നത്. പക്ഷേ ഇതിന് ബാക്കിലുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻ, ഇപ്പൊ ഇതിന്റെ താഴെയുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യനും എല്ലാവരും ടൈപ്പ് ചെയ്യണം. അവിടെ പുതിയ ചലഞ്ച് വരും. അപ്പൊ അത് അനുസരിച്ചിട്ടാണ് ഇതിൽ കൊണ്ടുപോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ടോപ്പിക് എടുക്കുമ്പോൾ ഇതിൽ വരുന്ന എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കേട്ടോ അത് നോക്കിയിട്ട് അതിൽ നിന്നൊരു കുഞ്ഞു കുഞ്ഞു റൂൾസ് ഒക്കെ നമുക്ക് ഓൾറെഡി ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ ക്വസ്റ്റൻ ആണ്. ടെക്സ്റ്റ് എക്സാമ്പിൾ 7.7 ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, പിന്നീട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾ 7.7 ടെക്സ്റ്റ് എക്സാമ്പിൾ 7.7 കേട്ടോ. നോട്ട് ചെയ്ത് 7.7 എക്സാമ്പിൾ ആണ് കേട്ടോ.
ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റൻ കേട്ടോ. എല്ലാ ക്വസ്റ്റനും നമ്മൾ ചെയ്യണം അതിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് ഈ ഇതിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു ഐഡിയാസ് ഒക്കെ എഴുതി കൊടുക്കണം. ഇവിടെ വരുന്ന സമയത്ത് ഇത് കണ്ടോ, ഓക്സിജൻ സി, ഒ സി ഉണ്ടോ, ഇവിടെയും ഓയും സിയും ആണ് അല്ലെ, ഓർത്ത് നോക്കാം. ഇവിടെ എവിടെയാണ് ബ്രേക്ക് ചെയ്യുക? ഇവിടെ ബ്രേക്ക് ചെയ്യും, ഇവിടെ ബ്രേക്ക് ചെയ്യും. അതാണ് ഒരു കൺഫ്യൂഷൻ. എന്ത് ബ്രേക്ക് ചെയ്യുന്നത് ഇവിടെ ബ്രേക്ക് ചെയ്യുമോ അതോ ഇവിടെ ബ്രേക്ക് ചെയ്യുമോ? അതെന്താണ് ബ്രേക്ക് ചെയ്യണമെന്ന് അവിടെ എഴുതി വെച്ചിട്ടില്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ചിട്ടില്ല. പക്ഷെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതനുസരിച്ച് ഓർക്കുക. അപ്പൊ നിങ്ങൾ നോക്കട്ടെ, രണ്ട് കാര്യമാണ്. ഓക്സിജൻ അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം പ്രൈമറി ആണോ സെക്കൻഡറി ആണോ നോക്കാം. ഇതെന്താ പ്രൈമറി അല്ലെ? ഈ കാർബൺ ആറ്റം അനദർ വൺ കാർബൺ അല്ലേ, പ്രൈമറി. ദെൻ ഇവിടെ ഓക്സിജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലേ, കാർബൺ. ഈ ദിസ് കാർബൺ ആറ്റം അറ്റാച്ച് ടു ഓൺലി വൺ അനദർ. ഇത് വേറെ ഉണ്ട്, അതല്ല ഈ കാർബൺ. ഈ കാർബൺ ഓൺലി വൺ അനദർ കാർബൺ. സോ ബോത്ത് ആർ പ്രൈമറി. അങ്ങനെ പ്രൈമറീസ് വന്നു കഴിഞ്ഞാൽ ക്ലീവേജ് ഒക്കെ ചെയ്യുന്നത് സ്മോൾ ചെയിൻ്റെ ഒപ്പം ക്ലീവേജ് ചെയ്യും. അപ്പൊ ഇവിടെ ഏതാ സ്മോൾ ചെയിൻ? ആ സ്മോൾ ചെയിൻ്റെ ഒപ്പം എന്ത് വരും? ക്ലീവേജ് വരും. അപ്പൊ എവിടെ കട്ട് ചെയ്യണം? ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യും കേട്ടോ, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഇനി ആൻസർ എന്തായിരിക്കും എന്ന് പറഞ്ഞേ. ഓയുടെ അടുത്തേക്ക് ഓൾവേസ് ആര് പോവും? എച്ച് പോവും കേട്ടോ. റിമൈനിങ് എന്ത് വരും? ഐ ഈ സൈഡ് കേട്ടോ. അപ്പൊ ആൻസർ എന്തായിരിക്കും? CH3 CH2 CH3 ഈ സൈഡിൽ എന്ത് വരും? CH2 4H പ്ലസ് എന്ത് വരും? CH3 CH2 ആയി. തിരിച്ചെഴുതിക്കൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ ഒന്ന് ബ്രാക്കറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കണം. എന്താണ് ആക്ച്വലി പ്രൈമറി ഇത് അല്ലേ, ഓർത്ത് നോക്കാം. എന്ത് വരണം? ക്ലീവേജ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് അല്ലെങ്കിൽ ഫിഷൻ ഏതാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് കേട്ടോ, അല്ലെങ്കിൽ ബോണ്ട് ബ്രേക്ക് എന്താണോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജ്. ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് എന്നാണ് അർത്ഥം, ഫിഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് എന്നാണ്. അപ്പോൾ ഒരു ഗേഡിൽ നോക്കുമ്പോൾ ക്ലീവേജ് ആയിരിക്കും, വേറെ ഗേഡിൽ ഫിഷൻ അല്ലെങ്കിൽ ബോണ്ട് ബ്രേക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതിയുണ്ടാവും. ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു വേർഡിൽ അവിടെ എഴുതി വെച്ചേക്കണം. എവിടെയായിരിക്കണം ബ്രേക്ക് ചെയ്യേണ്ടത്? ലെസർ നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിലാണ് കേട്ടോ, ഓർത്ത് നോക്കാം. എന്തായാൽ മാത്രമാണത്? രണ്ടും പ്രൈമറി ആയ കേട്ടോ, ഓർത്ത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റൻ ആണ് കേട്ടോ, അടുത്തത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റൻ. ക്വസ്റ്റൻ എഴുതി കഴിഞ്ഞ ആൾക്കാർ എടുത്ത് എഴുതാം. സെക്കൻഡ് ക്വസ്റ്റൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റൻ ഇതൊരു റൂള് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു അല്ലേ. ആ റൂൾ എപ്പോഴും ഫോളോ ചെയ്യാൻ നോക്കുക. ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് ആ റൂളാണ് ഉപയോഗിക്കുക. രണ്ടും പ്രൈമറി ആണെങ്കിൽ ലെസർ നമ്പർ അല്ലെങ്കിൽ കാർബൺ ചെയിൻ സ്മോളർ ആയിട്ടുള്ള സ്ഥലത്ത് ബ്രേക്ക് ചെയ്യണം. ആ ഓയും സിയോ ആണ് ബ്രേക്ക് ചെയ്യേണ്ടത്. സെക്കൻഡ് കണ്ടീഷൻ നോക്കിയേ. ഓക്സിജൻ അറ്റാച്ച്ഡ് ടു എ കാർബൺ ആറ്റം അനദർ വൺ കാർബൺ ആറ്റം. സോ ദിസ് സൈഡ് ഈസ് പ്രൈമറി. ഇവിടെ നോക്കിയേ, ഓക്സിജൻ അറ്റാച്ച്ഡ് ടു എ കാർബൺ ആറ്റം അനദർ 3 ആയിട്ടാണ്. അപ്പൊ എന്താ? ടെറിഷറി. അങ്ങനെ വന്നാല് ടെറിഷറിയിൽ ബ്രേക്ക് ചെയ്യണം. അപ്പൊ പ്രൈമറിയും ടെറിഷറിയും വന്നാൽ എവിടെ ബ്രേക്ക് ചെയ്യണം? ടെറിഷറി. ഇനി സെക്കൻഡറിയും ടെറിഷറിയും വന്നാൽ എവിടെ ബ്രേക്ക് ചെയ്യണം? ടെറിഷറി. മനസ്സിലായി? ഓർത്തോക്കാം, ടെറിഷറി. ഇനി സെക്കൻഡറിയും പ്രൈമറിയും വന്നാൽ എവിടെ ബ്രേക്ക് ചെയ്യണം? സെക്കൻഡറി. അപ്പോൾ ഗ്രേഡ് കൂടിയ സ്ഥലത്ത് എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്നും എഴുതി വെക്കണം. ഇത് റൂളായിട്ടൊന്നും ഇല്ല, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം ഇവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ അതിന് സ്റ്റെബിലിറ്റി കൂടും. നേരത്തെ നിങ്ങൾ SN1 എഴുതിയില്ലേ, എന്റെ റീസൺ എന്തായിരുന്നു? ടെറിഷറി പറയേ കാർബോകാറ്റയോൺ മോർ സ്റ്റേബിൾ. അപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ ബ്രേക്ക് ചെയ്താ ഇതിന് സ്റ്റെബിലിറ്റി കൂടും. മനസ്സിലായി? അതുകൊണ്ട് ഇത് ഇങ്ങനെ പെട്ടെന്ന് ക്ലീവേജ് വരും. ഐഡിയ മനസ്സിലായി? അപ്പൊ എവിടെ ബ്രേക്ക് ചെയ്യണ്ടേ? ടെറിഷറി. അപ്പൊ ഇവിടെ ഇങ്ങനെ 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 കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്യും. അപ്പൊ എന്റെ ആൻസർ എന്തായിരിക്കും എന്ന് പറഞ്ഞു? CH3 CH2 OH കേട്ടോ. CH3 CH2 CH2 OH ഉണ്ടോ? പ്ലസ് എന്ത് വരും അല്ലേ? ഇവിടെ I വരും അല്ലേ, ഈ സൈഡിൽ I വരും. അപ്പൊ CH3 ഫുള്ളായിട്ട് എഴുതിയ CH3
CH3 I. ആ സെക്കൻഡറി ആണെങ്കിൽ രണ്ട് ടെർഷ്യറി ആണെങ്കിൽ രണ്ട് ടെർഷറി ആണെങ്കിൽ എന്ത് വരും? വേണം ചോദിക്കുകയാണ്. രണ്ട് ടെർഷറി ആണെങ്കിൽ കാർബോകാറ്റയോണിന് ഏതിനാണോ സ്റ്റെബിലിറ്റി കൂടുക അതിന് വരും. കാർബോകാറ്റയോണിന് സ്റ്റെബിലിറ്റി കൂടുന്ന എന്തിനാ വെച്ചിട്ടായിരുന്നു? ഹൈപ്പർ കോഞ്ചുഗേഷൻ. ഹൈപ്പർ കോഞ്ചുഗേഷൻ എന്താ പറഞ്ഞ? ജനറൽ സ്റ്റെബിലൈസേഷൻ ഓഫ് ഇന്ററാക്ഷൻ. അതിൽ കാർബണിന് ചെയിൻ കൂടുന്നതോറും സ്റ്റെബിലിറ്റി കൂടും. മനസ്സിലായി? അയാൾ ചോദിച്ച ചോദ്യം രണ്ട് ടെർഷറി വന്നാൽ എന്ത് പറ്റും? രണ്ട് ടെർഷറി വന്നാൽ ആ കാർബണിന് സ്റ്റെബിലിറ്റി ആർക്കാണോ കൂടുതൽ കൊടുക്കാൻ പറ്റുന്നത് അവിടെ ബ്രേക്ക് ചെയ്യണം. ആ കാർബണിന്റെ ചുറ്റിലും ചോദിച്ചു ഇതാണ് ഇവിടെയാണ് ഇതിനാണ് ഈ ക്വസ്റ്റ്യൻ ടെർഷറിയുടെ ഇതിനാണ് റൈറ്റ് സൈഡ് ഓവറിന്റെ റൈറ്റ് സൈഡ് ഈ കാർബണാണ് ഈ കാർബണ് ഓക്കെ ടെക്സ്റ്റുകൾ ടെക്സ്റ്റുകൾ ഇതാണ് കേട്ടോ. CH2CH2 എന്നാൽ ആൻസർ എങ്ങനെയാണ് കേട്ടോ? പറഞ്ഞാൽ മതി കേട്ടോ. ഇതല്ലേ ചോദിച്ചു കേട്ടോ? ടെക്സ്റ്റുകൾ ഇങ്ങനെയാണ് കേട്ടോ. ആൻസർ മാറത്തില്ല. അല്ലേ ആൻസർ മാറുന്നില്ല, സെയിം ആണ്. ആൻസർ ഇത് തന്നെയാണ്. ടെക്സ്റ്റുകൾ ക്വസ്റ്റൻ അല്ലേ, അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് പറയണം കേട്ടോ. ആൻസറും റൂളൊക്കെ തന്നെയാണ് കേട്ടോ, വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഓക്സിജൻ അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം അനദർ അല്ലേ 3 കാർബൺ ആറ്റം ആയിട്ട് ബോണ്ട് ചെയ്യുന്ന സമയത്താണ് കേട്ടോ. രണ്ട് സെക്കൻഡറി വന്നു കഴിഞ്ഞാലും ഇത് തന്നെ സ്റ്റെബിലിറ്റി റൂൾ അനുസരിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് ആദ്യം എഴുതാം കേട്ടോ, എന്നിട്ട് എക്സാമ്പിൾ. ഇത് ഓക്കെയാണല്ലോ റേഡിയോ? അപ്പൊ ഓർത്ത് നോക്കാം. ആദ്യം ഈ റൂള് കറക്റ്റ് ആക്കി വെക്കുക. എന്തായിരുന്നു ആക്ച്വലി ചെയ്യേണ്ടത്? പ്രൈമറിയും ടെറിഷറിയും വന്നാൽ ക്ലീവേജ് എവിടെ ആയിരിക്കണം? ടെറിഷറിയുടെ പേര്. സെക്കൻഡറിയും പ്രൈമറിയും വന്നാൽ ക്ലീവേജ് എവിടെ ആയിരിക്കും? സെക്കൻഡറി കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി രണ്ടും ഒരേപോലെ വന്നാൽ അല്ലെ, അങ്ങനെ വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഇതുപോലെ ഉപയോഗിക്കാം. ഇതുപോലെ സ്റ്റെബിലിറ്റി നോക്കിയിട്ട് അല്ല, സ്മോൾ സൈസ് അല്ല, സ്റ്റെബിലിറ്റി. അത് പറഞ്ഞുതരാം. ഇപ്പൊ ഇത് മാറ്റോട്ടെ. അത് സിറ്റുവേഷൻ അനുസരിച്ച് മാറും, അത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വന്നത് ഇങ്ങനെ വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലസ് വരും, ഇവിടെ എന്ത് വരും? മൈനസ് വരും. അങ്ങനെ ക്ലീവേജ് ചെയ്താൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു കാർബോകാറ്റയോൺ ആണ്. കാർബോകാറ്റയോണിന് സ്റ്റെബിലിറ്റി ഈ ബെൻസീൻ കാരണം ഒന്നുകൂടി എന്ത് ചെയ്യും? കൂടും. ബെൻസീൻ എന്തുണ്ട്? റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അങ്ങനെ വന്നാൽ ഇവിടെ നടക്കും. ഐഡിയ മനസ്സിലായോ? ഓർത്ത് നോക്കാം. ഈ ക്ലീവേജ് ഇങ്ങനെ വന്നാൽ ഇതിന് പ്ലസ് ഉണ്ട്. ഈ പ്ലസ് വരുന്ന സമയത്ത് ഈ മൂന്നാൾക്കാര് എന്ത് ചെയ്യും? ഇതിനെ സ്റ്റേബിളൈസ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതിപ്പോ നിങ്ങളാണെന്ന് കരുതുക, അപ്പൊ ഞാനാണെന്ന് കരുതുക. ഇന്ററാക്ഷൻ കൊണ്ട് സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു. ഇന്ററാക്ഷൻ കൊണ്ട് സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു. ഓർത്ത് നോക്കാം. എനിക്ക് 3 ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള കസിൻസ് ഉണ്ടെന്ന് കരുതാം. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കസിൻസ് ഉണ്ട്. എന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന, ഞാനായിട്ട് ഭയങ്കരമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന 3 ഭയങ്കര നല്ല കസിൻസ് ഉണ്ട് ആക്ച്വലി. അപ്പൊ പെട്ടെന്ന് എനിക്കൊരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി വരുമ്പോൾ ഓർത്ത് നോക്കാം, ഞാൻ എന്ത് ചെയ്യും? അവരെനിക്ക് ഉണ്ടെന്നുള്ളൊരു ബലം ഉണ്ടാവും അല്ലേ? ഓർത്ത് നോക്കാം. ചിലപ്പോൾ അവരെന്നൊന്നും സഹായിക്കൊന്നുമില്ലായിരിക്കും, പക്ഷെ അവർ വിളിച്ചിട്ട് പറയാണ് ടാ കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുണ്ട്, ഹെൽപ്പ് ചെയ്യാനുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ബലം വരില്ലേ? അങ്ങനെ വരുന്ന ഇന്ററാക്ഷൻ സ്റ്റെബിലിറ്റി അവർ ഉദ്ദേശിക്കുന്നത്. ഓർത്ത് നോക്കാം. അങ്ങനെ വരുന്നു. ഓക്കെ, എന്റെ 3 ഫ്രണ്ട്സ്, അങ്ങനെ ഒരു എക്സാമ്പിൾ. ഇയാൾ വേറൊരു പേഴ്സൺ ആണ് കരുതാം. ആർക്കാണ് സ്റ്റെബിലിറ്റി നിങ്ങൾ പറയണം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ എന്റെ 2 ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇവിടെ അപ്പുറത്തുള്ള 3 കടക്കാരാണെന്ന് കരുതാം. അവരാണ്. ഇയാളുണ്ട്, ഇയാളുടെ ഫ്രണ്ട് അംബാനിയാണെന്ന് കരുതാം. ആക്ച്വലി ഒരാൾ അംബാനി, ഇയാൾ. നിങ്ങൾ ആരാണ് സ്റ്റെബിലിറ്റി കൂടുതൽ എന്ന് പറയും? എന്തുകൊണ്ട്? സിറ്റുവേഷൻ അനുസരിച്ചാ. എന്തായാലും ഇയാൾ സഹായിക്കണമെന്നുണ്ടോ? ഇല്ല. പക്ഷേ ഇയാൾക്ക് ഒരു എക്സാമ്പിൾ പറയാണ്. ഇയാളുടെ ഫ്രണ്ട് അംബാനി ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഫ്രണ്ട് ആണെങ്കിൽ കരുതും ഇവനെങ്ങാനും പൈസ ഇല്ല, ഇവനെ പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് ഇതായിട്ട് നിൽക്കണോണ്ട് ഇവനെന്ത് ചെയ്യും അല്ലേ? അവർക്കൊരു
ലിവറേജ് കൂടുതൽ വരും. സെയിം ഗെയിം തന്നെയാണ്, ഇന്ററാക്ഷൻ കൊണ്ട് സ്റ്റെബിലിറ്റി ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈപ്പർ കോൺജുഗേഷനിൽ ഒരിക്കലും ഇവർ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് നോക്കേണ്ടത് അത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് പറഞ്ഞത്. നിങ്ങൾ എങ്ങനെ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ആളായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് വലിയ ഗ്രൂപ്പുകളാണെങ്കിൽ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും കൂടും. സിമ്പിൾ ആയിട്ട് പറയാം, വലിയ ഗ്രൂപ്പ് ആണെങ്കിൽ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും കൂടും. അവിടെ എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം, അവിടെ കട്ട് ചെയ്യണം കേട്ടോ, അവിടെ ബ്രേക്ക് ചെയ്യണം. അവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമല്ലേ, എന്ത് ചെയ്യും അങ്ങനെ ഫിറ്റ് ചെയ്യും. അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാം കേട്ടോ. പുറത്തോക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ ഗ്രൂപ്പ് ഒക്കെ വന്നു, അങ്ങനെയാണെങ്കിൽ ഇവനെ എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക പുറത്തോക്കുക. അപ്പൊ ആരാണോ ബിഗർ ആ കോമ്പിനേഷൻ കൊണ്ടുവരേണ്ടി വരും. ഞാൻ അതിന് പകരം ഇന്ററാക്ഷൻ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണുപിടിച്ച് നോക്കും എന്നുള്ളതല്ലാതെ വേറെ സംഭവിക്കാനൊന്നും പോണില്ല. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഇട്ടു, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഇട്ടു, എന്നിട്ട് ഇത് ചെയ്ത് എന്നിട്ട് ഞാൻ പറയും ഇവിടെ നിന്ന് കാർബണിന്റെ ഇങ്ങനെ പൊളാരിറ്റി കൂടി ഇങ്ങനെ ഈ സാധനമൊക്കെയാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് പാർഷ്യൽ അല്ലെ അങ്ങനെയൊക്കെ ഇട്ട് എനിക്കിപ്പോ ഇതിനെ ഭയങ്കര ഭീകരനാക്കി തരാം. ഒന്നുമില്ല, ഇത് കണ്ടു കഴിഞ്ഞാൽ ആരാണ് വലുപ്പമായിട്ട് തോന്നണേ നിങ്ങൾക്ക്? ബെൻസീൻ. അപ്പൊ അവിടെ കട്ട് ചെയ്യുക, അത്ര ഉള്ള പരിപാടി. ആ സംഭവം തീർന്നു, മനസ്സിലായി? ഇങ്ങനെയാണ് വലിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ സിമ്പിൾ ആയിട്ട് കാര്യം ഓർത്ത് നോക്കാം, ആൻസർ നിങ്ങൾക്ക് ഒരിക്കലും എറർ വരില്ല. അപ്പൊ 2 എണ്ണം സെക്കൻഡറി വന്നാൽ എന്ത് ചെയ്യണം നോക്കാം. അവനാണ് ഇത്തിരി കനമുള്ളത്, അവിടെ കട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ഒരിക്കലും തെറ്റില്ല കേട്ടോ. സിമ്പിൾ ആയിട്ട് പഠിക്കാൻ നോക്കാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലാ. അടുത്ത് ഈ 2 എണ്ണം റൂളുകളാണ് കേട്ടോ. ഈ റൂളിൽ എന്താ എഴുതി വെച്ചേ? സ്റ്റെബിലിറ്റി അല്ലെ, ഓർത്ത് നോക്കാം. ഏറ്റവും കട്ട് ചെയ്യേണ്ടത് ടെറിഷറി, അത് കഴിഞ്ഞാൽ സെക്കൻഡറി, അത് കഴിഞ്ഞിട്ടാണ് പ്രൈമറിയിലേക്ക് വരും കേട്ടോ. അടുത്തത് മൂന്നാമത്തെ തേർഡും ഒരു റൂളിലേക്ക് വരുന്ന ഒരു ഏരിയ ആണ്. ആക്ച്വലി തേർഡ് ആണോ? തേർഡ്. ഇതില് റൂളിൽ ആദ്യം ഓർത്ത് നോക്കുക, ബെൻസീനും ഓയും ആണ് അല്ലെ. ബെൻസീന്റെ ഓക്സിജനും ഈ ഓയും തമ്മിൽ ബോണ്ട് ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, അതുകൊണ്ട് എവിടെ ബ്രേക്ക് ചെയ്യും? ഇവിടെ ബ്രേക്ക് ചെയ്യും കേട്ടോ. ബെൻസീനും ഓയും തമ്മിൽ അതൊരു ഡീപ് റീസൺ ക്വസ്റ്റൻ ആണ്, അതുകൊണ്ട് അത് എഴുതാൻ വേണം. എന്തുകൊണ്ടായിരിക്കും അത്? റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഓഫ് ബെൻസീൻ റിംഗ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? എവിടെ ബ്രേക്ക് ചെയ്യണം? ഇവിടെ ബ്രേക്ക് ചെയ്യും അല്ലെ. ഇങ്ങനെ കട്ട് ചെയ്യും. ആൻസർ എന്തായിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്താൽ CH, ഇവിടെ CH2 ആണ് കേട്ടോ. CH2 I പ്ലസ് എന്ത് വരും? ഇവിടെ OH കേട്ടോ. ഇങ്ങനെ ആലോചിക്കാം, പക്ഷെ അതല്ല, ഇത് ബെൻസീൻ ഒരിക്കലും കട്ട് ചെയ്യരുത് കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഇവിടെ ടെറിഷറി പിടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് കട്ട് ചെയ്യാൻ പാടില്ല. ഐഡിയ മനസ്സിലായി? ഇതിന്റെ താഴെ ഒരു റീസൺ എഴുതി വെച്ചു കേട്ടോ. അതിന്റെ റീസൺ ആയിട്ടുള്ള ഒരു വേർഡ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി വെച്ചാൽ ഈ ഇതിന്റെ താഴെ ഒരു റീസൺ എന്തുകൊണ്ട് ബ്രേക്ക് ചെയ്യാത്ത റീസൺ ആണ് ഒരു ബെൻസീൻ. The carbon of phenyl group is sp2 hybridized. The carbon of phenyl group is sp2 hybridized. The carbon of phenyl group is sp2 hybridized, and there is a partial double bond character. The next heading ആണ് electrophilic substitution. അടുത്ത ഹെഡിങ് എഴുതി കേട്ടോ. electrophilic substitution.
കെമിക്കൽ ബോണ്ടിന്റെ ഫസ്റ്റ് ഹെഡിങ്. ആ നേരത്തെ എഴുതിയത് കെമിക്കൽ ബോണ്ടിങ്ങിന്റെ ഫസ്റ്റ് ഹെഡിങ് കേട്ടോ. ഹെഡിങ് ക്ലീവേജ് ഓഫ് CO ബോണ്ട് ആണ്. ക്ലീവേജ് ഓഫ് CO ബോണ്ട് നേരത്തെ എഴുതിയത് ബ്രേക്ക് എന്നാണ്. ക്ലീവേജ് എന്ന് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേർഡിൽ എഴുതുകയും ചെയ്തേ. അതിന്റെ ഹെഡിങ് വരുന്നത് ക്ലീവേജ് ഓഫ് CO ബോണ്ട്. സെക്കൻഡ് ഹെഡിങ് ആണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അത് ബെൻസീൻ റിംഗിലായിരിക്കും നടക്കുന്നത് അല്ലേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതി. The alkoxy group is ortho-para-directing. The alkoxy group is ortho-para-directing and activates the aromatic ring towards electrophilic substitution. Electrophilic substitution. നമ്മൾ നേരത്തെ ഫിനോളിൽ എഴുതിയ അതേ സ്റ്റേറ്റ്മെന്റ് തന്നെ നിങ്ങൾക്ക് എഴുതാം. എന്തുകൊണ്ടായിരിക്കും ഫിനോൾ വന്നത്? നമ്മൾ എഴുതി വെച്ചതാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഹയർ ഇൻ ഓർത്തോ ആൻഡ് പാരാഡയറക്റ്റിംഗ്. അതേ വേർഡ് തന്നെയാണ് ആക്ച്വലി കേട്ടോ. ഓർത്ത് നോക്കാം. നമുക്ക് തേർഡ് ചാപ്റ്റർ വെച്ച് ബാക്കിയുള്ള എല്ലാത്തിനും അതേ വേർഡ് തന്നെയാണ് ആക്ച്വലി വരിക. കാരണം എന്താ, തേർഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അടുത്ത ചാപ്റ്റർ ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ്. ആ ചാപ്റ്റർ വെച്ച് ബാക്കിയുള്ള എല്ലാം ഓർത്തോ പാരാഡയറക്റ്റീവ് ആണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ റെസൊണൻസ് കാരണമാണ് ഓർത്തോയിലേക്കും പാരയിലേക്കും പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഹാലജനേഷൻ, ബ്രോമിനേഷൻ, നൈട്രേഷൻ ഇതൊക്കെ തന്നെയാണ് വരുന്നത്. അത് നമുക്ക് ഒരുമിച്ച് എഴുതി വെച്ചാൽ മതി. നൈട്രേഷൻ വരുന്നത് കേട്ടോ. ബെൻസീൻ്റെ ഇങ്ങനെ ടോപ്പിൽ OCH3 വരുമ്പോൾ കോമൺ നെയിം ആയിട്ട് വരുന്നത് ഐസോൾ ആണ്, അല്ലെങ്കിൽ മെത്തോക്സി ബെൻസീൻ. ഈ മെത്തോക്സി ബെൻസീനിലേക്ക് നമുക്ക് ബ്രോമിനേഷൻ ചെയ്യാം, അതുപോലെ നൈട്രേഷൻ, ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ, ഫ്രിഡൽ ക്രാഫ്റ്റ് അസിലേഷൻ. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ BR2 ബ്രോമിനേഷൻ BR2 ചെയ്യാണ്. Then അതുപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് HNO3 and concentrated H2SO4. ഇതുപോലെ ആൽക്കൈലേഷൻ എന്ന് പറയുന്ന സമയത്ത് CH3Cl unhydrous AlCl, CH3COCl and unhydrous AlCl. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെ വരും? എല്ലാവരും ഓർത്തോ ആൻഡ് പാരയിലേക്ക് ഡീവിയേറ്റ് ചെയ്യും കേട്ടോ. ഒരേ ഫ്രെയിമിൽ ഓർത്ത് വെക്കേണ്ട കാര്യമായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നത്. OCH3 BR ഓർത്തോ ആൻഡ് പാര. Ortho and CH3 ortho and para.
അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ഇതിൽ പാര ആയിരിക്കും ഓൾവേസ് മെയിൻ കേട്ടോ. ഇവിടെ എത്തണോയിക് ആസിഡ് ആണ് ലൂയിസ് ആസിഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു മൈൽഡ് ആസിഡിന്റെ പ്രസൻസ് മതി, അല്ലെങ്കിൽ ലൂയിസ് ആസിഡ് ആയിട്ട് എന്തൊക്കെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് AlCl3 അല്ലേ, AlBr3, FeDr3 കേട്ടോ നോക്കാം. അങ്ങനെയൊക്കെയുള്ളത് ലൂയിസ് ആസിഡ് ആയിട്ട് കൊടുക്കും. ഡോമിനേഷന് വന്ന സമയത്ത് ഏതെങ്കിലും ഒരു ആസിഡ് കൊടുത്താൽ മതി, പക്ഷെ ഇവിടെ എത്തണോയിക് ആസിഡ് ആയാലും മതി. സെവൻ 7.12 ഹോംവർക്ക് ആണ് കേട്ടോ, എഴുതി വെക്കാം. 7.12 ടെക്സ്റ്റില് 7.12 ഹോംവർക്ക് ആണ് കേട്ടോ. ഏതാ ഇല്ല, ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, ഇൻ ടെക്സ്റ്റ് ആണ് കേട്ടോ, സോറി ഇൻ ടെക്സ്റ്റ്. 7.12 7.11 ചെയ്തു കേട്ടോ. 7.11 and 7.12 ഇൻ ടെക്സ്റ്റ് ആണ്, എക്സസൈസ് അല്ല കേട്ടോ, എക്സസൈസ് അല്ല, ഇൻ ടെക്സ്റ്റ്. എക്സസൈസിന് മുമ്പായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടെക്സ്റ്റിൽ സമ്മറി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നോക്കാം കേട്ടോ. അതിന് മുകളിലുള്ള ആണ് ഇപ്പൊ ചെയ്തേക്കുന്ന അതേ കൺസെപ്റ്റുമായിട്ട് റിലേറ്റഡ് ആണ്, അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞേ. നമുക്ക് കുറച്ച് സമയമുണ്ട്, അപ്പോൾ ഇതിലെ ടെക്സ്റ്റിലെ ബാങ്കിലെ ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കാം കേട്ടോ. നോക്കാം ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻസുകൾ നോമൻക്ലേച്ചേഴ്സ് ആണ്, നിങ്ങളൊന്ന് നോക്കാം. 7.4 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. എക്സസൈസ് ആണ് കേട്ടോ, ബാക്കിലെ എക്സസൈസ്. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ എക്സസൈസ് എടുക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് എടുക്കാം. ഇതിനു മുമ്പ് ഇതിൽ നിങ്ങളുടെ ഫുൾ നോട്ട് എത്ര പേരുണ്ട്? ഇത് ഈ എല്ലാ ചാപ്റ്റേഴ്സിന്റെ ഫുൾ നോട്ടായിട്ടുള്ളത് ഉണ്ട് അല്ലേ? നോക്കാം. നിങ്ങൾ രണ്ടുപേരും ഒന്ന് ഫോട്ടോസ് എടുത്തിട്ട് ഒന്ന് ഇടാൻ പറ്റും. ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കണം, ചോദിക്കണ്ട കേട്ടോ. രണ്ടുപേരും എടുക്കും കേട്ടോ. നോക്കാം. അത് പറയാൻ കാരണം പല ആൾക്കാരും ഇങ്ങനെ പല സമയത്തായിട്ട് ജോയിൻ ചെയ്തേക്കുന്നവരുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇല്ലെങ്കിൽ ആ നോട്ടൊന്നും എഴുതണം. നിങ്ങൾ എഴുതാൻ പറ്റിയില്ലെങ്കിൽ പോലും ഫോട്ടോ ഒക്കെ എടുത്താലും മതി. ആ ഒരു കണ്ടന്റ് എനിക്ക് വേണം. ഇതിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് നമ്മൾ പോകുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ എല്ലാ ക്വസ്റ്റിനും കിട്ടണം. പാസ്റ്റ് ഇയർ നമ്മുടെ ബുക്കിൽ ക്വസ്റ്റ്യൻ ഇല്ലേ, അതെല്ലാം കിട്ടണം. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഈ നോട്ടിൽ ഞാൻ ചില സാധനങ്ങളൊക്കെ വിട്ടിട്ടുണ്ടാവും. അത് ഡെലിബറേറ്റ്ലി ചെയ്തേക്കുന്ന ചില ഏരിയാസ് ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഓരോ ലൈനും വെച്ചല്ല ഞാൻ എഴുതിയേക്കുന്നത്. ഞാൻ എനിക്ക് കറക്റ്റ് ഓർഡറിലുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കിയിരുന്നു. അതിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസും ഇതൊക്കെ ചെയ്യുമ്പോൾ എല്ലാം ഫില്ലായിരിക്കും, എല്ലാ ഏരിയയിലേക്കും വന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഓർഡറിൽ വേണം കേട്ടോ. ദെൻ 7.4 ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കാം. എക്സ്പ്ലെയിൻ വൈ പ്രൊപ്പനോൾ ഹാസ് ഹയർ ബോയിലിംഗ് പോയിന്റ് ദാൻ ദാറ്റ് ഓഫ് ദി ഹൈഡ്രോകാർബൺ ബ്യൂട്ടേൻ. 7.4 എന്തായിരിക്കും? Propanol has higher boiling point than that of the hydrocarbon butane. എന്ത് പറയും? പ്രൊപ്പനോൾ എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ആണ് അല്ലെ. ബോയിലിംഗ് പോയിന്റ് ഓർഡർ എഴുതിയില്ലേ, അതിൽ ഏറ്റവും ഹൈ അല്ലെ, സെക്കൻഡ് ഹൈസ്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ പ്രൊപ്പനോൾ എക്സിബിറ്റ് വാണ്ടർവാൾ ഫോഴ്സ് അല്ലെങ്കിൽ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ബ്യൂട്ടേൻ എന്താണ്? അതുകൊണ്ട് പറയാം അല്ല, ഡിസ്പേർഷൻ ഫോഴ്സ് കേട്ടോ. ബ്യൂട്ടേൻ ഡിസ്പേർഷൻ ഫോഴ്സ്. നിങ്ങൾ ഗൈഡുകളിൽ നോക്കുമ്പോൾ ചിലപ്പോൾ അത് ഉണ്ടാകില്ല, പക്ഷെ അത് എഴുതണം
അപ്പൊ അതിന് മുകളിലേക്ക് വേറെ വരില്ല, ആ അൾട്ടിമേറ്റ് ലെവലെത്തി കേട്ടോ. ബ്യൂട്ടൈൻ എക്സിബിറ്റ് ലണ്ടൻ ഓർ ഡിസ്പേർഷൻ ഫോഴ്സ്, അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഫോഴ്സ് എഴുതിയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7.5. Alcohol are comparatively more soluble in water than hydrocarbon of comparable molecular masses. Explain this fact. 7.5. ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടോ? ആൽക്കഹോൾ അല്ലേ, ഇതേ സെയിം ആൻസർ. ആൽക്കഹോൾ അല്ലേ, ഫോം എന്താണ്? ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് കേട്ടോ. 7.5. നെക്സ്റ്റ് 7.6. What is meant by hydroboration oxidation reaction? Illustrate it with an example. 7.6. What is meant by hydroboration oxidation reaction? Hydroboration oxidation എവിടെ പഠിച്ച ഏത് ഹെഡിങ്ങിന് അണ്ടറാണ്? ആദ്യം അത് പറ. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ. അതിൽ ആദ്യത്തെ ഹെഡിങ് ഫ്രം ആൽക്കീൻ. ഫ്രം ആൽക്കീനിലെ രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ടാണ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത് അല്ലേ. അതില് പ്രൊപ്പീനിലേക്ക് ഏതാ കോമ്പൗണ്ട് ഇട്ടത്? BH3 twice. BH3 twice വരുമ്പോൾ ഒരു H കുറച്ചിട്ട് ഇങ്ങനെ ആഡ് ചെയ്യുന്ന രീതിയിലാണ് അല്ലേ. അപ്പൊ എന്താ കിട്ടിയ ആദ്യത്തെ കോമ്പൗണ്ട് ഓർക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? CH3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് BH3 twice. ഫസ്റ്റ് കോമ്പൗണ്ട് എന്തായിരുന്നു? CH3 CH2 CH2 BH2. സെക്കൻഡ് കോമ്പൗണ്ട് അതിലേക്ക് വീണ്ടും പ്രൊപ്പീൻ ആഡ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? CH3 CH2 CH2 twice BH. ഉണ്ടോ? H കുറഞ്ഞുണ്ടോ? ആ CH3 ഗ്രൂപ്പ് കൂടിയുണ്ടോ? അതിലേക്ക് വീണ്ടും പ്രൊപ്പീൻ ആഡ് ചെയ്യും. അഗൈൻ അപ്പൊ എന്ത് കിട്ടും? CH3 CH2 CH2 thrice B. then അതിലേക്ക് എന്ത് ഇടും? H2O2 and OH peroxide ഇടുമ്പോൾ എന്ത് കിട്ടും? എന്ത് കിട്ടും? CH3 CH2 CH2 OH plus BOH thrice. ബൈ പ്രോഡക്റ്റ് ആണ് അത് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നോക്കാം. അപ്പോൾ 3 ആൽക്കഹോൾ കിട്ടും. ഇവർക്ക് ചോദിച്ചപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ ചോദിച്ചത് എന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ കാണിച്ച ക്വസ്റ്റ്യൻ എനിക്ക് ഓർമ്മ. H2O2 ആയിട്ട് റിയാക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അവരെടുത്ത് ചോദിച്ചപ്പോൾ എന്ത് ചെയ്യും? അതിലെ H2O2 എന്താ കിട്ടാം? ലാസ്റ്റ് സെക്ഷൻ ആണ്. അപ്പൊ എന്ത് കിട്ടും? പ്രൊപ്പനോൾ കിട്ടും. എന്താ കിട്ടുന്നതിന്റെ ആൻസർ? പ്രൊപ്പനോൾ. അപ്പൊ അവർ അതിനെ മുറിച്ചു ചോദിച്ചു. മനസ്സിലായി? ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ക്വസ്റ്റിന്റെ ബ്രില്യൻസ് അനുസരിച്ച് അവരെന്ത് ചെയ്തു? അത് മുഴുവൻ എഴുതാൻ പറഞ്ഞാൽ ചിലപ്പോൾ പഠിച്ച ആൾക്കാർ എഴുതും. പക്ഷെ അതിന് പകരം H2O2 ഇട്ടാൽ എന്താ നടക്കണെന്ന് ചോദിച്ചു. H2O2 നടന്ന എന്തോരും ബ്രേക്കിംഗ് അല്ലേ. ബ്രേക്ക് ചെയ്തിട്ട് എന്ത് കിട്ടും? ഡയറക്റ്റ് ടു ആൽക്കഹോൾ ആണ്. ഉണ്ടോ? ഇലിസ്ട്രേഷൻ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 7.6 കേട്ടോ. ഈ ചാപ്റ്റർ ആദ്യം ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻ ഒക്കെ ഈസിയാണ്. അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ 7.7. Give the structure and IUPAC name of monohydric phenol of molecular formula C7H8O. Monohydric phenol of molecular formula C7H8O. അപ്പോൾ എന്തായിരിക്കും ആൻസർ? മോണോഹൈഡ്രിക് ഫിനോൾ ആണ്. അതിന്റെ IUPAC നെയിം ആൻഡ് സ്ട്രക്ചർ ആണ് C7H8O. Now the question C7H8O. IUPAC name of monohydric phenol of molecular formula. ഏതൊക്കെ കിട്ടും? ഫിനോൾ ആണ് അല്ലേ. ഫിനോൾ പറഞ്ഞാൽ എന്തായാലും ചോദിച്ചിട്ടുണ്ടാവുമല്ലോ. ഡൗട്ട് ഇല്ല. അപ്പോ ദേ ഫിനോൾ ആദ്യം വരച്ചു. ഇപ്പൊ ഇതിൽ എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട്, എത്ര ഓക്സിജൻ ഉണ്ട്? ഈ ഓരോ ജംഗ്ഷനിലും ഇത് 1 2 3 4 5 6 അല്ലേ. C6 ആണിത്. H എത്ര ഉണ്ടാവും? H എത്ര ഉണ്ടാവും? H ഈ ജംഗ്ഷനിൽ ഒരു H ഉണ്ടാവും, ഇവിടെ H ഉണ്ടാവും, ഇവിടെ H ഉണ്ടാവും, ഇവിടെ H ഉണ്ടാവും, ഇവിടെ H ഉണ്ടാവും. ഇവിടത്തെ H നെ മാറ്റിയിട്ട് അവിടെ എന്ത് വന്നു? OH. അങ്ങനെ വന്ന H എത്ര ഉണ്ടാവും? ഇപ്പൊ 6. ശരിയല്ലേ? H6O. ശരിയല്ലേ? ഈ സമയത്ത് ഉണ്ടോ? ഇനി ഇവിടെ നിന്ന് ഒരു H മാറ്റി ഇവിടെ ഒരു CH3 ചേർത്താൽ ഇപ്പൊ എത്ര H ഉണ്ടാവും നോക്കിയേ. എത്ര H ഉണ്ട്? H8O. ശരിയല്ലേ? ഇവിടെ ഒരു കാർബൺ C7H8. ഇതാണ് ചോദ്യം.
ഇതാണ് മോണോഹൈഡ്രിക് ഫിനോൾ C7H8. ഞാൻ ഇങ്ങനെ ഇത് എഴുതാൻ കാരണം ഇനി അടുത്ത ചാപ്റ്ററിൽ ഇതുപോലത്തെ വേറെ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ഉണ്ടാവും. ഇവിടെ 8 ആയിരിക്കും, ഇവിടെ 9 ആയിരിക്കും, എന്നിട്ട് ഇതിന്റെ ഡബിൾ ആയിരിക്കില്ല. ഇതിങ്ങനെ നോക്കട്ടെ, 7ഉം 8ഉം അങ്ങനെ വന്നാൽ അത് എന്താണ് ബെൻസീൻ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ അസ്യൂം ചെയ്യണം. ട്രൈ ആൻഡ് എറർ ആണോ? അടുത്ത ചാപ്റ്റർ എത്തുമ്പോൾ കഥ മാറും, അവരൊന്നും കൂടി കയറ്റി പിടിക്കാം. ഇത് എളുപ്പമാണ്, ഈ ക്വസ്റ്റിന് വേണ്ടിയിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ മെത്തേഡുകളൊന്നും മാറ്റിയിട്ടുണ്ടോ കേട്ടോ. അങ്ങനെ വരുന്ന സമയത്ത് ഇതിന് ഏതൊക്കെ ഫോം ഉണ്ടാവും? ഇതിന്റെ പേരെന്തായിരിക്കും? 2-methoxyphenol. ഇനി എത്ര മെത്തോക്സിഫിനോൾ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും? ഇത് 1, ഇത് 2. 2-methoxy-methyl, സോറി 2-methyl-phenol. 2-methyl-phenol. ഇനി അടുത്ത് ഇവിടെ വന്നാൽ എന്തായിരിക്കും? 3-methyl-phenol. ഇവിടെ വന്നാൽ എന്തായിരിക്കും? 4-methyl-phenol. ഇവിടെ വന്നാൽ എന്തായിരിക്കും? 3-methyl തന്നെ. കാരണം നമ്പർ എടുക്കുമ്പോൾ ഇപ്പുറത്തെടുക്കും. മനസ്സിലായി? അപ്പൊ എത്ര ഫോം വരെ വരാം ഇതിനകത്ത്? 3. അപ്പൊ അയോപാക് നെയിം ഏതൊക്കെ വരാം? 1-methyl-phenol, 2-methyl-phenol, 3-methyl-phenol. കേട്ടോ? 2, 3, 4. 4-methyl. 2, 3, 2-methyl-phenol, 3-methyl-phenol, 4-methyl-phenol. കേട്ടോ? അത്രയാണ് ഇതിന്റെ ആൻസേഴ്സിൽ വരുന്നത്. കേട്ടോ? അതാണ് ചോദ്യം. മോണോഹൈഡ്രിക് എന്ന് പറഞ്ഞാൽ ഒരു ഓട്സ് വരുന്ന ഫിനോൾ എടുക്കണം, അത്രേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഇനി അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു? അവര് മോണോഹൈഡ്രിക് ഫിനോൾ എന്ന് പറഞ്ഞില്ലെങ്കിൽ എന്ത് വരും? ഈതർ ആക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിക്കാൻ പറ്റും. ഈ ഇവിടെ മാറ്റിയിട്ട് ഇത് CH. ഇതിന്റെ ഫോർമുലയും സെയിം ആണ്. മനസ്സിലായി? ഇതിന്റെ ഫോർമുല. അപ്പൊ ഇത് ഐസോമറസും ചോദിക്കുകയാണെങ്കിൽ ഇതും കൂടി കയറി വന്നാണ്. ഇതും C7H8 കേട്ടോ. അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് 7.8 ആണ് ക്വസ്റ്റ്യൻ. അത് നിങ്ങൾക്ക് എഴുതി തന്നേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വായിച്ച ആരെങ്കിലും ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ ഓർഗനൈസ്. While separating a mixture of ortho and para-nitrophenols by steam distillation, name the isomer which will be steam volatile. Give reason. ആൻസർ Ortho. വൈ? Ortho-nitrophenol intramolecular hydrogen molecule. ഓർത്തോ നൈട്രോഫിനോൾ ഇൻട്രാ INTRA ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. സോ എന്താണ്? ഈസിലി വോളറ്റൈൽ. Then para-nitrophenol exhibit dash intermolecular para. കേട്ടോ? ഓർത്തോക അത്രേ ഉള്ളൂ. എന്താ നമ്മൾ പിക്ചറൊക്കെ വരച്ച് എഴുതി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഓർത്തോക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7.9. അടുത്ത ആൾ വെച്ചു ബുക്ക് ഉണ്ടല്ലോ, ടെക്സ്റ്റ് ബുക്കുള്ള ആൾക്കാരൊക്കെ. Give the equations of reactions for the preparation of phenol from ക്യുമീൻ. ക്യുമീൻ ടു ഫിനോൾ ഏതായിരുന്നു? ഫിനോളിന്റെ പ്രിപ്പറേഷനിൽ 4th ആയിരുന്നു. ക്യുമീനിലേക്ക് ഡാഷ് ആഡ് ചെയ്യണം. നിങ്ങൾക്ക് അതില്ലാതെ ഇപ്പൊ ജീവിക്കാൻ പറ്റില്ല. അത്രയും പറഞ്ഞുതരാം. O2 അതുകൊണ്ടാ പറഞ്ഞേ. O3 അല്ല, O2. ആ O2 എന്ത് ചെയ്യും? ആ ക്യുമീനിൽ നോക്കുക. അത് ഭയങ്കര ഈസി. O2നെ നിങ്ങൾക്ക് അറിയുന്ന ഏജന്റ് ആയതുകൊണ്ടാണ് പറഞ്ഞേ. CH ഉണ്ടല്ലോ, ആ മിഡിലെ CHന്റെ ഇടയിൽ OOH. അപ്പൊ ഇയാള് ഡൗട്ട് വന്നു ആലോചിച്ച് നോക്കാം. O3 എന്ന് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ വന്നാൽ നിങ്ങൾ ഓർത്ത് നോക്കാം. അതിന്റെ ഇടയിൽ ആരായിരിക്കണേ? OOH. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. OOH. അത് കഴിഞ്ഞിട്ട് അതിന് ബ്രേക്ക് ചെയ്യുമ്പോൾ CH3COCH2 പോയിട്ട് ഫിനോളായി മാറും. ഫിനോളിന്റെ 4 പ്രിപ്പറേഷൻസ് എന്നൊക്കെ പറഞ്ഞു. ആദ്യത്തെ എന്തായിരുന്നു? ഫ്ലോറോബെൻസീൻ ടു ഫിനോൾ. സെക്കൻഡ് ബെൻസീൻ ടു ഫിനോൾ. തേർഡ് അനലിൻ ടു ഫിനോൾ. ഫോർത്ത് ക്യുമീൻ ടു ഫിനോൾ. കേട്ടോ? ഇനി നമുക്ക് കുറച്ച് സമയമുള്ളൂ. അപ്പോൾ ഇവിടെ 2 പേര് നമുക്ക് പറഞ്ഞു തരാൻ. ഹാലോ ആൽക്കീൻ ആൻഡ് ഹാലോ അലീനിന്റെ ഇക്വേഷൻസ് അവർ ഓർഡറിൽ പറയും കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാലോ കേട്ടോ. ഹാലോ ആൽക്കീനില്ല ഇക്വേഷൻസ്, പ്രിപ്പറേഷൻ മാത്രം 7 ഉണ്ട് മെയിൻ ആയിട്ട്. അപ്പോൾ അവരൊന്ന് പറയുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ഇവര് പഠിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ കേട്ടോ. നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് നിങ്ങളെ കൊണ്ടും ചോദിപ്പിക്കും കേട്ടോ. വീഡിയോ ഉണ്ടാക്കി വെക്കണം കേട്ടോ. നിങ്ങളെ കാണട്ടെ അവരെ കേട്ടോ. ഓക്കെ, ഞാൻ ഒന്ന് പറഞ്ഞു കേട്ടോ. അവിടെ ഇരുന്നിട്ട് പറഞ്ഞു കേട്ടോ. associated gives RCl plus RCl. മതി. അടുത്ത നെക്സ്റ്റ് ആറ് വെച്ചിട്ട് എടുത്തിട്ട് നെക്സ്റ്റ്
CH3 CH3, CH2, ആ CH3, അതിലേക്ക് Cl2 and CH2, UV light. CH3, CH2, Cl CL പിന്നെ CH3 ഹോൾഡ്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ഉണ്ട്. ഒന്ന് നോക്കിക്കോ, എഴുതിയതല്ലേ കേട്ടോ. അതെ, അത് നോക്കാൻ പറ്റില്ല, കുഴപ്പമില്ല, അടുത്ത ക്ലാസ്സിൽ എന്തായാലും പറയാം. അടുത്ത ആൾ കറക്റ്റ് ഓർഡർ. ROH in the presence of SOCl2 or HCl plus incident Cl2 for faster reaction gives RCl, CH3 CH3 സിംഗിൾ ബോണ്ട് CH3 CH3 അതിലേക്ക് of UV and Cl2 gives CH3 CH2 Cl and next അത് കഴിഞ്ഞു. നെക്സ്റ്റ് എന്തായിരുന്നു ആക്ച്വലി മാർക്കോണിക്കോഫിലൊക്കെ വരുന്ന Marconic HBr propene പ്ലസ് HBr gives plus HBr gives bromopropane. ഏത് ബ്രോമോ? 1 ബ്രോമോ ആണോ 2 ബ്രോമോ? 1 bromo ഇല്ല, 2 ബ്രോമോ. or 2 bromo, which is Marconic. Then anti-Marconic HBr in the presence of peroxide gives 1 ബ്രോമോ. 1 bromo. നേരെ ഓപ്പോസിറ്റ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് Next സാൻമേസ്. ഒരു ബെൻസീൻ്റെ ഇങ്ങനെ മുകളിൽ NH2 NH2 plus NaNO2 NaNO2 and HCl. അപ്പോൾ എന്ത് വരും? Cl gives N2 പ്ലസ് ആൻഡ് Cl മൈനസ്. അതിലേക്ക് എന്താ ആഡ് ചെയ്യും? Cu2 Cl2 കുപ്രസ് ക്ലോറൈഡ്. അത് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? Cl ക്ലോറോബെൻസീൻ. then CH3 Cl plus NaI gives CH3I plus NaCl. NaCl. Next CH3 Cl plus AgF gives CH3F plus CH3F plus AgCl. കേട്ടോ. ഇവര് ചെയ്യിപ്പിച്ച ഇവര് ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ ആലോചിക്കില്ല. അപ്പോൾ ഇന്നലെ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ഞങ്ങൾ ഈ ചാപ്റ്ററും ഒരു ബയോമോളിക്കുളിന്റെ കുറച്ച് ഐഡിയാസും ആണ് പറഞ്ഞത്. ബയോമോളിക്കുളിന്റെ 5 ഓർമ്മയുണ്ടോ? അത് പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞു നോക്കി. അല്ല ബയോമോളിക്കൂൾ അതിന്റെ 5 മെയിൻ ബയോമോളിക്യൂൾസ് ഏതൊക്കെയായിരുന്നു? കാർബോഹൈഡ്രേറ്റ്, DNA കേട്ടോ. അവർക്ക് ആ സ്കൂളിൽ അല്ലേ ഓൺലൈനിൽ ബാക്കി ആൾക്കാർ രക്ഷപ്പെട്ടോ. ഒരു ചോദ്യമാണ് കണ്ടപ്പോൾ വേറെ പിടിക്കാൻ പറ്റേക്കാം കേട്ടോ. ഈ ചാപ്റ്റർ കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഇത് പഠിച്ചിട്ട് വരണം കൺവേർഷൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം പറയാം, നെക്സ്റ്റ് ക്ലാസ്സിൽ കൺവേർഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ചാർട്ടൊക്കെ വെച്ച് ബാക്കിൽ കൺവേർഷൻ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ചാപ്റ്ററിൽ ആകെ 20 ക്വസ്റ്റ്യൻ കണ്ടു കൊടുക്കുന്നു അല്ലേ? 20 + 30 ഇവിടെ. അപ്പോൾ ഒരു 40, 35, 30 ക്വസ്റ്റ്യനൊക്കെ നമുക്ക് 30 ക്വസ്റ്റ്യനൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പഠിച്ചിട്ട് ഏകദേശമൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ വരാം കേട്ടോ. നിങ്ങൾ ആ ക്ലാസ്സിലില്ലാത്ത ആദ്യത്തെ ക്ലാസ്സിലില്ലാത്ത ആൾക്കാർ പേടിക്കണ്ട. അതിലൊരു ചാർട്ടൊക്കെ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ കുറേയൊക്കെ ഇക്വേഷൻസ് ഒക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തൊക്കെ വരണം കേട്ടോ. പുറത്ത് പോകാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ടാർഗറ്റ് ഒക്കെ തന്നേക്കട്ടെ കുറച്ച് ആൾക്കാരുടെ. ക്രിസ് എത്ര ഇക്വേഷൻസ് പഠിച്ചിട്ട് വരും ഏത് ചാപ്റ്ററിൽ? അങ്ങനെ കുറച്ച് ആൾക്കാരെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഹാലോ ആൽക്കീൻ അതിൽ പ്രിപ്പറേഷൻ കറക്റ്റ് ഓർഡറിൽ ഇതുപോലെ ഇങ്ങനെ പറയാൻ പറ്റാവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് തന്നെ. ഓക്കെ അല്ലേ? പ്രിപ്പറേഷൻ മിഷേൽ ചെയ്തോ? ഹാലോ ആൽക്കീൻ്റെ ഫുൾ നെയിമിംഗ് റിയാക്ഷൻസ് കേട്ടോ. ഓർത്ത് നോക്കാം. ഏതെടുക്കാം? നെയിമിംഗ് വേണ്ട, വേറെ ഒന്നും പിടിക്കും. എന്നാൽ നെയിമിംഗ് തന്നെ പഠിച്ചു. ഓക്കെ, നെയിമിംഗ് ഒരു കാര്യം ചെയ്യും, ആൽക്കഹോളിലും കൂടി പഠിച്ചു നോക്കണം. 10 ഉണ്ട് ഇതിൽ. 7 + 10 2 വരും കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് ആൽക്കഹോൾ സ്കൂളിൽ എടുത്തതല്ലേ? ആൽക്കഹോളിന്റെ പ്രിപ്പറേഷൻസ് എല്ലാം കറക്റ്റ് ഓർഡറിൽ പറയണം. 3 എണ്ണമാണ്. ആ 3 എണ്ണത്തിന്റെ എല്ലാം ഓരോന്ന് കിട്ടിയാൽ മതി. ആക്ച്വലി വരുന്ന സമയത്ത് സ്കൂളിൽ എടുത്തിട്ടുണ്ടോ ഈ ചാപ്റ്റർ?
ഏതാ എടുത്തേക്കണേ? ആൽക്കഹോൾ എടുത്തതല്ലേ? അതിൽ പ്രിപ്പറേഷൻ കഴിഞ്ഞു. കെമിക്കൽ പ്രോപ്പർട്ടിയുടെ ഇക്വേഷൻസ് കുറച്ച് പഠിച്ചിട്ടുണ്ട്. കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അസിഡിറ്റി, എല്ലാമൊന്നുമില്ല. CH3CH2O അതിലൊരു 5 എണ്ണോ അല്ലെങ്കിൽ 6 എണ്ണോ നന്നായിട്ട് പറയാൻ പറ്റാവുന്ന കേട്ടോ രീതിയിൽ ഓർത്ത് നോക്കാം. ഓക്സിഡേഷൻ വരെയുള്ളത്, ഓക്സിഡേഷൻ വരെ വരുമ്പോൾ 5 എണ്ണം ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. എല്ലാം വൃത്തിക്കാൻ പഠിച്ചു വന്നാൽ മതി. ഒരു 5 എണ്ണം ആണെങ്കിൽ 5 എണ്ണം കേട്ടോ ഓർത്ത് നോക്കാം. അങ്ങനെ വരുന്നത്. നെക്സ്റ്റ് അഖിൽ ഏത് പഠിക്കും പറഞ്ഞു? Chemical properties of alcohols and phenols. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഫിനോൾ ഓൾ ഇക്വേഷൻസ് പറയാം അല്ലേ? ഓർത്ത് നോക്കാം. ദെൻ വേറെ 2 പേരും കൂടി വേണം എനിക്ക്. പറ്റും? ഏത് പഠിക്കാൻ പറ്റും? Reaction CO alcohol. CO കൊണ്ട് ആൽക്കഹോൾ. ദെൻ ഇയാള് ഫുൾ ചാപ്റ്റർ ആൽക്കഹോളിന്റെ ഫുള്ള് പറയും കേട്ടോ ഓർത്ത് നോക്കാം. കാരണം അവർക്ക് എക്സാം കഴിഞ്ഞാണ്, അതുകൊണ്ട് അങ്ങനെ തന്നെ കുഴപ്പമില്ല. അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് ഫുൾ കേട്ടോ ഓർത്ത് നോക്കാം. ബാക്കി ആൾക്കാർ വിഷമിക്കണ്ട, അടുത്ത സെക്ഷൻസിലൊക്കെ തരാം കേട്ടോ. വിഷമമായെന്ന് അറിയാം, എന്നാലും കുഴപ്പമില്ല കേട്ടോ. നെക്സ്റ്റ് ഇതിൽ തരാം. അപ്പോൾ ഇവരെ ഞാനൊന്ന് ഓർത്ത് വെച്ചിട്ടുണ്ട്. നാളെ വരുമ്പോൾ ഇവർ പറയേണ്ടി വരും, ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പറയേണ്ടി വരും. അതാണ് ടാർഗറ്റ്. അപ്പം നിങ്ങൾ ഡിക്ലെയർ ചെയ്യാം, എനിക്ക് 5 എണ്ണം അറിയാം അതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞിട്ട് വിട്ടേക്കാം. നമ്മളിവിടെ ഒരു ചാർട്ട് പോലൊരു സംഭവം വായിക്കും. നമുക്ക് ഈ ചാർട്ടിലുള്ള പ്രിപ്പറേഷൻസിന്റെ ആദ്യം ഒരു സ്ട്രക്ചർ ഇവർ എങ്ങനെയാണ് ഉണ്ടാക്കിയേക്കണം എന്നുള്ള ഐഡിയയിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ടൈപ്പ് ഓഫ് എത്ര ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ അവർ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറേ ടൈപ്പ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ലെവലിലേക്ക് മാറും. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് പേടി പോയി തുടങ്ങും. ഇനി ഈ ഒരു ബാരിയർ കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്റർ കൂടി കയറി കഴിഞ്ഞാലാണ് ഇതിന്റെ റിയൽ ഭംഗി വരുന്നത്. എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സിറ്റി ആവുന്നത്. മനസ്സിലായി? ഈ 2 ചാപ്റ്റർ എളുപ്പമുള്ളതാണ്. ആക്ച്വലി ആൽഡിഹൈഡ് കീറ്റോൺ വരുമ്പോൾ ഇതിന്റെ ഇടയിൽ കയറി വരുക. മനസ്സിലായി? നിങ്ങൾക്ക് അറിയാലോ ആൽഡിഹൈഡ് എവിടേക്ക് വരുന്നു, അവിടെ നിന്ന് കുറേ സെക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? അപ്പൊ അത് എത്തുമ്പോഴാണ് ഇത്തിരി ടഫ്നെസ് വരുന്നത്. പക്ഷേ ഈ ലെവലിൽ നിങ്ങൾക്ക് ആയ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഒരു അപ്പ് ലെവലിലേക്ക് നിൽക്കും കേട്ടോ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ഏകദേശം ഒന്ന് പഠിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, അതിന്റെ റയാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കേട്ടോ അത്യാവശ്യം ക്ലിയർ ചെയ്ത് പഠിച്ചു വിടണം കേട്ടോ. ഓക്കെ, നെയിമിംഗ് ചോദിക്കും റയാൻ്റെ അടുത്ത് നെയിമിംഗ് കേട്ടോ. ഓൺലൈനിൽ ഒരാളുടെ അടുത്ത് എല്ലാ നെയിമിംഗ് 2 ചാപ്റ്ററിലായിട്ട് 10 നെയിമിംഗ് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ? സാൻമേസ്, ഫിംഗിൾസ്റ്റീൻ, സ്വാർട്സ്, റൂട്ട്സ് ഫിറ്റിംഗ്, ഫ്രിഡൽ ക്രാഫ്റ്റ്, കോൾട്സ്, റൈമർ ടൈമൻ, വില്യംസൺ സിന്തസിസ് 10 കേട്ടോ. 2 ചാപ്റ്ററിലും പേരുള്ള റിയാക്ഷൻ പഠിച്ചിട്ട് കേട്ടോ. Oxidation of alcohol. അവിടെ വരെ 6 എണ്ണോ 5 എണ്ണോ എളുപ്പമാണ് കേട്ടോ. ഒന്ന് ഓർഡറിലൊന്ന് പറഞ്ഞാൽ മതി. ഇവിടെ നിന്നിട്ട് പറയേണ്ടി വരും. പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു. Sorry. ആ, പറഞ്ഞോ.